പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. എന്നും വിശ്വരൂപ ദർശന അധ്യായത്തിന്റെ ബീജം ഇതിനു മുമ്പ് ഭഗവാൻ 8ാമത്തെ അധ്യായത്തില് പാകിയതാണ്. 8ാമത്തെ അധ്യായത്തിൽ തന്നെ പരാപ്രകൃതി അപരാപ്രകൃതി എന്ന് വിശ്വരൂപത്തിനെ പറഞ്ഞു കഴിഞ്ഞു. ഈ കാണുന്നത് മുഴുവൻ ഈശ്വരന്റെ അപരാപ്രകൃതി. ഇതിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തിനെ പരാ. ഈ അപരയിൽ നിന്നും കിട്ടുന്നത് അറിവ് അപരാവിദ്യ, പരയെക്കുറിച്ചുള്ള അറിവ് പരാവിദ്യ. അപരയിൽ എന്തുണ്ട്? ദേശം, കാലം, നിമിത്തം ഒക്കെ ഉണ്ട്. അപരയിൽ എന്തുണ്ട്? കാലമില്ല, ദേശമില്ല, അമൃതത്വം. അതാണ് നാരായണ ഗുരുസ്വാമി പാടിയത്. പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരു അല്പനേരം. അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. പരയുടെ പാല്, ഇന്നലെ ഒരു പാല് കുടിച്ച കഥ പറഞ്ഞു അല്ലേ? ജ്ഞാനസംബന്ധർ പാല് കുടിച്ചു. എന്ത് പാലാ കുടിച്ചതെന്ന് വെച്ചാൽ പരയുടെ പാല് എന്നാണ്. പരയുടെ പാല് കുടിക്കണം എന്നാണ്. നമ്മൾ അപരയില് പാക്കറ്റ് പാലാണ് വാങ്ങി കുടിക്കുന്നത്. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക്. ആ പാലിന്റെ വിശേഷം എന്താ, സവിശേഷത എന്താന്ന് വെച്ചാൽ 10,000 ആണ്ടൊരല്പനേരം. 10,000 കണക്കിന് വർഷങ്ങൾ. ഇതെങ്ങനെ ആ സമാധിസ്ഥിതിയിൽ ഇരിക്കുമ്പോ സമയം ഇല്ല. ഉറക്കത്തിൽ പോലും സമയമില്ല അല്ലേ? ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും നേരം വിളിച്ചായിരുന്നു. ടൈമില്ല. യു സ്വാളോ ടൈം. മനസ്സ് നിശ്ചലമായ സമയമില്ല. മനസ്സ് ചലിക്കുമ്പോൾ ടൈം വന്നു. ടൈം കൂടുന്തോറും ബോറടിക്കും. മനസ്സ് നിശ്ചലമാകുമ്പോ എന്തൊരു സുഖം വരുന്നു. അതാണ് പരയുടെ പാല്. അവ്യക്തോ അക്ഷരയുക്തിയുക്ത. ആ അക്ഷരം അവ്യക്തമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അവ്യക്തം എന്ന് വെച്ചാൽ ഇന്ദ്രിയവേദ്യം അല്ലാത്തത്. ഇന്ദ്രിയവേദ്യമാണ് അപരം. ആ പരമോ ഇന്ദ്രിയവേദ്യമല്ല. ഏതൊന്നുള്ളതുകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം അറിയുന്നുവോ അതാണിത്. അതിനെയാണ് അറിയേണ്ടത്. അതാണ് ഭഗവാൻ അർജുനൻ പറഞ്ഞു, വേദിതവ്യം ത്വം അക്ഷരം പരമം വേദിതവ്യം. ഹേ ഭഗവാനെ, അങ്ങ് അക്ഷരമായിട്ട് ഉള്ളിലിരിക്കണു. അറിയപ്പെടേണ്ട വസ്തു അതാണ്. ഇത് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ ഇതിനൊരു അന്തമേ ഇല്ല അല്ലേ? ലോകത്തില് അറിഞ്ഞുകൊണ്ടേയിരിക്കാം. എവിടെയെങ്കിലും നിൽക്കുവോ? എത്രയൊക്കെ അറിഞ്ഞാലും അവസാനവുമില്ല, സമാധാനവും വരാൻ പോണില്ല, ഒരു തൃപ്തിയും വരാൻ പോണില്ല, ഒരു ശാന്തിയും വരാൻ പോണില്ല, സന്തോഷം വരാൻ. ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കാം. എത്ര പഠിക്കും? പഠിച്ച് എവിടെ പോവും? പഠിച്ച് പഴയ പഠിച്ചതൊക്കെ മറന്നുപോയി. ആ പരാവിദ്യ കൊണ്ട് അവ്യക്തോ അക്ഷരയുക്ത തമാഹുഹു പരമാം ഗതിം. ഭഗവാൻ പറഞ്ഞു അത് പരമമായ ഗതിയാണ്. യം പ്രാപ്യന് നിവർത്തന്തെ. അതിനെ പ്രാപിച്ചാൽ പിന്നെ പുറത്തു വരില്ല. പ്രാപിക്കാനുള്ള സ്ഥലം എവിടെയാ? ഇവിടെ തന്നെ. പിന്നെ തിരിച്ചു വരില്ല. നമ്മുടെ ഭഗവാൻ ഒരു കഥ പറയും. ഒരാള് ഒരു ധൈര്യശാലി, അയാൾക്കൊരാഗ്രഹം ഉണ്ടായി. എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ പുലിയെ കാണണം ഒരാഗ്രഹം. പുലിയുടെ അടുത്ത് ഒരു ഇന്റർവ്യൂ നടത്തണമെന്ന് ആഗ്രഹം. അപ്പൊ ഇയാള് പുലിയെ അന്വേഷിച്ചു പോയി. പല സ്ഥലത്തും പോയി, കാട്ടിലും മേട്ടിലും ഒക്കെ അലഞ്ഞ് അവസാനം ആരോ പറഞ്ഞു ഇന്ന കാട്ടിൽ പുലി ഉണ്ട് എന്ന് പറഞ്ഞു.
അപ്പൊ ഇയാൾ കാട്ടിലൊക്കെ പോയി അന്വേഷിച്ചു. കാട്ടുജാതിക്കാരൊക്കെ പറഞ്ഞു, ഇന്ന ഗുഹയിലാണ്, ഞങ്ങളൊന്നും ആ വശത്തേക്ക് പോവാറേ ഇല്ല, അങ്ങോട്ട് പോവരുത്. ഇയാൾ അവര് പറയണതൊന്നും കേട്ടില്ല. ഇയാള് പുലിയെ കാണാനായി വളരെ ധൈര്യശാലിയായിട്ട് പോയി. നല്ല ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കഥ. പോയിട്ട് അവസാനം ആ ഗുഹയുടെ ഉള്ളിൽ പോയി പ്രവേശിച്ച് കഥ നിന്നുപോയി. അതുവരയ്ക്കും കഥ അങ്ങനെ തുരുതുരു. പിന്നെ പുലിയെ കാണുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ പിന്നെ കഥയില്ല, കഴിഞ്ഞു, അബ്രപ്റ്റ്. പുലിയെ കാണാൻ പോയ ആളുടെ കഥ അല്ലെ? അതുപോലെ ലോകത്തിൽ അലഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മള്. എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളിൽ പോയി, ഉള്ളിലൊരു ദ്വാരം, ഒരു ഗുഹയുണ്ട്. ആ ഹൃദയ ഗുഹയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പിന്നെ വന്നില്ല. തില്ലൈ വെളിയിനിൽ കലന്തുകൊണ്ടാളവർ തിരുമ്പവും വരുവാറോ എന്ന് പഴയൊരു കാലത്ത് ഒരു പാട്ടുണ്ട്. തില്ലൈ വെളിയിനിൽ കലന്തുകൊണ്ടാറവർ തിരുമ്പവും വരുവാറോ. ആ ചിതാകാശത്തിൽ പോയി ലയിച്ചു, പിന്നെ തിരിച്ചു വന്നില്ല എന്നാണ്, കാണാനില്ല. യം പ്രാപ്യന നിവർത്തന്തേ, അതാണ് ഭാഗവതത്തില് ഗോപസ്ത്രീകൾ പറഞ്ഞത്, ഈ കൃഷ്ണന്റെ അടുത്തേക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയി കളയരുത് കേട്ടോ എന്നാണ്. മഹാബലി എന്ന് പറഞ്ഞ ഒരു പാവൻ ചക്രവർത്തി ഇവനൊരു 3 അടി മണ്ണ് കൊണ്ട് കൊടുക്കാൻ പോയി. നമ്മളെന്തോ തേങ്ങയും പഴമൊക്കെ കൊടുക്കണ പോലെ കൊണ്ട് കൊടുത്തതാണ്. പിന്നെ ചക്രവർത്തി തിരിച്ചു വന്നില്ല. ബലിമപി ബലിമത്വാ വേഷ്ടയധ്വാക്ഷവദ്യ അലമസിത സഖ്യൈഹി, ഇയാളുമായിട്ടുള്ള സംഗമേ കൂട്ടുകെട്ടേ പാടില്ല എന്ന്. ഭഗവാന് നേദിച്ചാൽ നേദ്യം തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ മേശാന്തി പിരിച്ചുവിടുന്നു ചില അമ്പലങ്ങളിൽ. നേദ്യം ശരിക്കങ്ങട് എത്തേണ്ട സ്ഥലത്ത് ഓഫീസിൽ എത്തണം. എത്തിയിട്ടില്ലെങ്കിൽ പിരിച്ചുവിടുന്നതാണ്. ഇതിപ്പോ ആ കുഴപ്പമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ നേദ്യമല്ല, മേശാന്തിയെ തിരിച്ചു വന്നില്ല, ഡിസപ്പിയേർഡ്. യം പ്രാപ്യ ന നിവർത്തന്തെ, അവിടെ പോയി ആള് കാണാനില്ല. ഈ അഹങ്കാരം ഭഗവാനെ പ്രാപിച്ച് ഭഗവാനിൽ ഇല്ലാതായിട്ട് തീർന്നു. ഈശ്വരനെ പ്രാപിച്ചു. ഈശ്വരൻ എന്ത് ചെയ്തു? ആവേഷ്ടയത് ചുരുട്ടിക്കൂട്ടിയെന്നാണ്. കെട്ടിയെടുത്ത് ഉള്ളിലേക്ക്. അലമസിത സഖ്യൈഹി, അതുപോലെ ഇവിടെ ഭഗവാനെ എം പ്രാപ്യ ന നിവർത്തന്തെ, അവിടെ പോയി കഴിഞ്ഞ പിന്നെ തിരിച്ചു വരവില്ല. എവിടേക്ക് തിരിച്ചു വരവില്ല? മൃത്യു സംസാരവർത്തമനി. നമ്മളുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ? പോക്ക് വരവാണ്. ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക. ഒരേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം ജനിച്ചു, എത്ര പ്രാവശ്യം മരിച്ചു, അതിലേക്ക് തിരിച്ചു വരവില്ല. അങ്ങനെ ആ പരമപുരുഷനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ജനന മരണ ചക്രത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ അറിഞ്ഞു കഴിഞ്ഞ് പുറത്തു വരും. പുറത്തു വന്നാൽ എന്താ? പുരുഷസ്തു പരഃപാർത്ഥ, ആ പരമപുരുഷനെ എല്ലായിടത്തും കാണുകയാണ്. ഭക്തിയാലഭ്യ, ആ പരമഭക്തി കൊണ്ട് ആ ഒരു സ്റ്റേജ്. ഭാഗവതത്തിലെ ഋഷഭചരിത്രം പറഞ്ഞിട്ട് പറഞ്ഞു, മുക്തിം ദദാതി കർഹിജസ്മനതു ഭക്തിയോഗം എന്ന് പറഞ്ഞു. ഭഗവാൻ മുക്തിയെ കൊടുക്കും. മുക്തി എന്താന്ന് വെച്ചാൽ ആത്മജ്ഞാനം അറിഞ്ഞു. പക്ഷെ ഭക്തി എന്താണ്? ഈ വിശ്വത്തിനെ മുഴുവൻ ഭഗവത് സ്വരൂപമായി കണ്ടുകൊണ്ട് കണ്ണു തുറന്നുകൊണ്ടും സമാധിയാണ്. കണ്ണു തുറന്നുകൊണ്ടും ത്വയ്യർപ്പിത മനസാ ത്വാം പശ്യൻ സർവം തവ ആകൃതിതയാ സതതം ഭജതേ അനന്യപ്രീത്യ. ഭഗവാന്റെ അരുണാചല പഞ്ചരത്നം ലാസ്റ്റ് ശ്ലോകം. ത്വയ്യർപ്പിത മനസ്സ, മനസ്സ് എവിടെ പോയി? ഭഗവാൻ വാഴപ്പഴവും തേങ്ങയൊന്നും വേണ്ട, മനസ്സ് കൊടുത്തു. നമ്മളിപ്പോ ഭഗവാന് കൊടുക്കണത് പഴം, തേങ്ങ, വെറ്റിലവാക്ക്, ഇതൊക്കെയുള്ള കൊടുക്കുള്ളൂ. ഭഗവാൻ പറയണത് എനിക്കിതൊന്നും വേണ്ട, മനസ്സ് തരുന്നു. ശിവാനന്ദലഹരിയിൽ ആചാര്യസ്വാമി പറഞ്ഞു, ഭവതു ഭവദർത്ഥം മമ മനഃ.
മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. ഈ പവിഴമല്ലിപ്പൂവും മഞ്ഞർലിപ്പൂവൊന്നുമല്ല. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. മനസ്സാകുന്ന പുഷ്പം കൊയ്തിട്ട് പരമേശ്വരനെ പൂജിക്കുകയാണ്. അർച്ചന. എന്താ അർച്ചന? ചൈതന്യകുസുമാരാധ്യ ചൈതന്യകുസുമപ്രിയ ചൈതന്യാർഘ്യസമാരാധ്യ. സാധാരണ സന്ധ്യാവനം ചെയ്യുമ്പോൾ അർഘ്യം കൊടുക്കും. ഗായത്രി ജപിച്ച് ആദിത്യം ദർപ്പയാമി, സോമം ദർപ്പയാമി, അങ്കാരകം ദർപ്പയാമി. ഈ അർഘ്യമൊക്കെ ചൈതന്യാർഘ്യസമാരാധ്യ അർച്ചനയാണ്. അച്യുതായ നമഃ, അനന്തായ നമഃ, ഗോവിന്ദായ. അങ്ങനത്തെ അർച്ചന ഇല്ലാതാണ്. പിന്നെ ചൈതന്യകുസുമപ്രിയ, ചൈതന്യസ്ഫൂർത്തി തന്നെ അർച്ചന. നിരന്തര ചൈതന്യസ്ഫൂർത്തിയിലിരിക്കുന്ന ജ്ഞാനി അനുനിമിഷം അർച്ചനയും പൂജയും ഒക്കെ ചെയ്യാണ്. അത് തന്നെ യാഗം, അത് തന്നെ യജ്ഞം, അത് തന്നെ പൂജ, അത് തന്നെ അഭിഷേകം, അത് തന്നെ തീർത്ഥം, എല്ലാം അവിടെ കഴിഞ്ഞു. ഈ സത്യത്തിനെ അകമേക്ക് അറിഞ്ഞു കഴിഞ്ഞവൻ തീർത്ഥയാത്രയൊക്കെ ചെയ്തു കഴിഞ്ഞു, യാഗമൊക്കെ ചെയ്തു കഴിഞ്ഞു, യജ്ഞമൊക്കെ ചെയ്തു കഴിഞ്ഞു. അവൻ ഇരിക്കുന്ന സ്ഥലം പവിത്രമായി കഴിഞ്ഞു. അവൻ കുളിച്ചാൽ അത് പൊട്ടക്കുളമായാലും ഡ്രെയിനേജ് ആയാലും അത് തീർത്ഥമായി, അത് ഗംഗയായിത്തീർന്നു. തീർത്ഥീകുർവന്തി തീർത്ഥാനി. അപ്പോ പുരുഷസ്ഥ പരഃപാർത്ഥാലഭ്യ. കണ്ണു തുറന്നുകൊണ്ട് ത്വയി അർപ്പിത മനസ്സ ത്വാം പശ്യന്ന്. കണ്ണു തുറന്ന് എന്താ കാണുന്നത്? ത്വാം, ഭഗവാനെയാണ് കാണുന്നത്. എപ്പോഴാ? സതതം, എപ്പോഴും. ത്വയ്യർപ്പിത മനസാ ത്വാം പശ്യൻ സർവം തവ ആകൃതിതയാ സതതം ഭജതേ. കുറച്ചു നേരത്തേക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ പൂജയല്ല, നിരന്തരം അനന്യപ്രീത്യ. എങ്ങനെയാ പൂജിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ കാണുന്നവർ വേറെയല്ല, ഞാൻ വേറെയല്ല, എല്ലാവരും ആത്മാവാണെന്നുള്ള ജ്ഞാനം കൊണ്ട് പൂജിക്കുന്നു. ആത്മജ്ഞാനം തന്നെ പൂജ. സജയതി, ഭഗവാന്റെ വാക്കവിടെ തമിഴിൽ ഇത് രണ്ടിലും ട്രാൻസ്ലേഷനിലും അതേ വാക്ക് ഉപയോഗിച്ചു. സ വെൽകും, അവൻ വെൽകും. സജയതി എന്നുവെച്ചാൽ ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് സ്പിരിച്വൽ വിക്ടറി. പൂർണ്ണമായി എന്നർത്ഥം. എന്നുവെച്ചാൽ ഇനി അപകടമൊന്നുമില്ല, എവിടുന്നും അപകടം വരാനില്ല. കാരണം ആര് വന്നാലും ഭഗവാനാണ് വരുന്നത്, ആര് വന്നാലും ആത്മാവാണ് വരുന്നത്. ഈശ്വരനാണ് പല രൂപത്തിൽ വരുന്നത്, നല്ല ആളും ചീത്തയാളും ഒക്കെ ആയിട്ട്. എല്ലാവരുടെ രൂപത്തിലും ത്വം സ്ത്രീ, ത്വം പുമാനസി, ത്വം കുമാര ഉതവാ കുമാരി, ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി, ത്വം ജാതോ ഭവസി വിശ്വതോ മുഖഃ. നമ്മൾ നാമരൂപം കൊണ്ട് പറ്റിക്കപ്പെടുമ്പോ ഈ തത്വം അറിഞ്ഞവന് ചലനമില്ല. ഒരു രാജാവുണ്ടായിരുന്നു. ആരൊക്കെ വന്നാലും അവരെയൊക്കെ മഹാത്മാക്കള് സാധുക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അരമനയിൽ കൊണ്ടുവന്ന് അവർക്ക് പൂജിച്ച് ആരാധിച്ച് ദക്ഷിണ കൊടുത്ത് ശാപ്പാട് കൊടുത്ത് ഒക്കെ ചെയ്യും. അപ്പൊ മന്ത്രി ഇത് കണ്ടുകൊണ്ടേയിരിക്കുമ്പോ അദ്ദേഹത്തിന് തോന്നി, ഒരുപാട് ആളുകൾ ഈ രാജാവിനെ പറ്റിക്കുന്നുണ്ട്. സന്യാസി വേഷം കെട്ടിക്കൊണ്ട് വന്നാൽ അദ്ദേഹം ഉടനെ വിളിച്ചുകൊണ്ട് വരും, കൊണ്ടുവന്ന് കാല് കഴുകി ഊട്ടിച്ച് ഊണ് കൊടുത്ത് വസ്ത്രം കൊടുത്ത് ഒക്കെ ചെയ്യും. അപ്പൊ ഒരുപാട് ആളുകളെ ഈ രാജാവിനെ പറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇദ്ദേഹത്തിനൊന്ന് ബോധിപ്പിക്കണം. പറഞ്ഞാൽ മനസ്സിലാവണില്ല, കാരണം പലവട്ടം പറഞ്ഞു നോക്കി. ഇരിക്കട്ടെ, എല്ലാവരുടെ രൂപത്തിലും ഭഗവാനല്ലേ എന്ന് പറഞ്ഞു രാജാവ്. അപ്പൊ മന്ത്രി ഒരു ദിവസം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരാളെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് സന്യാസി വേഷം കെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ആരെയാന്ന് വെച്ചാൽ തെരുക്കൂത്ത് കളിക്കുന്ന ഒരാള്, നല്ലവണ്ണം വേഷം കളിക്കുന്ന ആളെ വിളിച്ചിട്ട് സന്യാസിയുടെ വേഷമൊക്കെ കെട്ടിച്ച് കൊണ്ടുവന്നു. അപ്പൊ രാജാവിന്റെ അരമനയിൽ വന്നു. രാജാവ് വേണ്ട വിധത്തിൽ ഉപചരിച്ച് കാല് കഴുകി പൂജിച്ച് വേണ്ടതൊക്കെ കൊടുത്ത് നമസ്കരിച്ച് പറഞ്ഞു വെച്ചു. അപ്പൊ അടുത്ത ദിവസം മന്ത്രി
അതൊക്കെ രാജാവിനെയും കൂട്ടിക്കൊണ്ട് ഈ തെരുക്കൂത്ത് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഇതാ നോക്കൂ, ആരാ നോക്കൂ. കാണുമ്പോഴെങ്കിലും രാജാവിന് ദേഷ്യം വരും, മനസ്സിലാക്കും, താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ടാണ് മന്ത്രി കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയിട്ട് തെരുക്കൂത്ത് കളിക്കുന്ന ആളെ നോക്കൂ. കണ്ടില്ലേ, ഇന്നലെ നമ്മുടെ അരമനയിൽ വന്ന ആളാണ്, കൊട്ടാരത്തിൽ വന്ന ആളാണ്. ഇപ്പൊ രാജാവ് പറഞ്ഞു, ആഹാ, ഭഗവാന്റെ ഒരു വൈഭവം. ഇന്നലെ സന്യാസിയായിട്ട് വരണു, ഇന്ന് തെരുക്കൂത്തുകാരനായിട്ട് നിൽക്കണു. എല്ലാ രൂപവും അവിടുത്തെ രൂപമാണല്ലോ. ഇപ്പോ സന്യാസിയായിട്ട് വന്ന ആള് തന്നെയാണ് ഇവിടെ തെരുക്കൂത്തായിട്ട് നിൽക്കുന്നത്. അവിടെ സന്യാസിയായിട്ട് വന്നു, ഇവിടെ തെരുക്കൂത്ത്. കാരണം ആ തെരുക്കൂത്തുകാരനെയോ സന്യാസിയോ അല്ല രാജാവ് പൂജിച്ചത്, പരമേശ്വരനെയാണ്. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവമാത്മനഃ. അല്ലേ? അല്ലെങ്കിൽ ആളുകളുടെ യോഗ്യതയൊക്കെ നോക്കിയിട്ട് പൂജിക്കാൻ തുടങ്ങിയ സന്യാസിയും പൂജിക്കാൻ പറ്റില്ല ചിലപ്പോ. ശ്രാദ്ധത്തിന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് കാല് കഴിച്ച് ഊട്ടിച്ച് ചെയ്യുക എന്നൊരു സമ്പ്രദായമുണ്ട്. അതിപ്പോ മനുസ്മൃതി എടുത്തു നോക്കിയാൽ ഇന്നത്തെ കാലത്ത് വിളിക്കാൻ ഒരാളെയും കിട്ടില്ല നമുക്ക്. കാരണം ആ വരുന്ന ബ്രാഹ്മണന് എന്ത് യോഗ്യത ഉണ്ടാവണം, വേദാധ്യയനം ചെയ്തിട്ടുണ്ടാവണം, ഇന്ന ദോഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ഇന്ന കുഴപ്പങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ഇന്ന കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ഈ യജമാനൻ എന്തൊക്കെ കുഴപ്പം വരും എന്നൊക്കെ പറഞ്ഞാൽ ശ്രാദ്ധം ഊട്ടിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ? ആരാണെങ്കിലും അതെ, അവര് സർവേശ്വരൻ തന്നെ ആ രൂപത്തിൽ വന്നിരിക്കണം എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണനെയോ മറ്റോ ഒന്നുമല്ല നമ്മൾ പൂജിക്കുന്നത്, മഹാവിഷ്ണു സ്വരൂപ, ഭഗവാൻ ആരാധിക്കും. നാമദേവൻ ഏകാന്തമായിട്ടിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ 2 ദിവസമായി ആളെ കാണാനില്ല. അന്വേഷിച്ച് പിടിച്ച് എവിടെയോ ഒരു കാട്ടിൽ ചെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് റൊട്ടി കൊണ്ടുപോയിട്ട് പറഞ്ഞു, കഴിക്കൂ നിർബന്ധിച്ചു. അവിടെ വെച്ചോളൂ. അവിടെ വെച്ചിട്ട് പിന്നെയും അങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു നായ വന്നിട്ട് ഈ റൊട്ടി എടുത്തോണ്ട് പോയി. അപ്പൊ പുറകെ നെയ്യും എടുത്തോണ്ട് പോയി നായിനെ പിടിച്ച്, ഹേ പാണ്ഡുരംഗ, ഈ തനി വരട്ട് റൊട്ടി തിന്നാലേ നിനക്ക് നാവ് പൊട്ടും എന്ന് പറഞ്ഞ് അതില് നെയ്യ് തേച്ച് ആ റൊട്ടി കൊടുത്തു അത്രേ. എന്നുവെച്ചാൽ സുനിചൈവ സ്വഭാഗേച്ച പണ്ഡിതാഹ സമദർശ. നായാവട്ടെ കഴുതയാവട്ടെ എന്താവട്ടെ എല്ലാത്തിന്റെ ഉള്ളിലും അന്തര്യാമിയായ ഇതാണ് ശരിയായ വിശ്വരൂപ ദർശനം. തൂണിലും തുരുമ്പിലും ഭഗവാനെ കാണുക, മരത്തിലും ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും ഭഗവാനെ കാണുക. ഇങ്ങനെ ഇതാണ് പുരുഷസപരഃ പാർത്ഥ ഭക്ത്യാലഭ്യസ്വനന്യ. ഇത് ഭക്തി കൊണ്ട് നേടുന്നതാണ്. ഈ വിശ്വരൂപ ദർശനത്തിലും അവസാനം ഭഗവാൻ അർജുനനോട് ഇത് പറയണു, ഭക്തി കൊണ്ട് നീ ഇത് നേടണം അർജുന എന്നാണ്. ഇപ്പോ ഒരു എളുപ്പത്തിൽ സാധിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് ഭക്തി കൊണ്ട് ഇത് നേടണം, അല്ലെങ്കിൽ ഇത് കണ്ടു പേടിച്ചു പോവും. ഭക്തി കൊണ്ട് നേടിയാൽ ഭഗവാനെ ഏത് ഫോമിൽ കണ്ടാലും ഏത് ഭാവത്തിൽ കണ്ടാലും ഉള്ളില് ആനന്ദം ഉണ്ടാവും, ഭക്തി ഉണ്ടാവും. അത് ഈശ്വര ദർശനം ആയിരിക്കും. അപ്പോ ഇതാണ് ഭഗവാൻ 8ാമത്തെ അധ്യായത്തിൽ പരാപ്രകൃതി അപരാപ്രകൃതി ഒക്കെ പറഞ്ഞിട്ട്, പറയും അപരയും ഒക്കെ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ആ പുരുഷസ്വരൂപമായിട്ട് എന്നെ സാക്ഷാത്തായിട്ട് അറിയൂ. അങ്ങനെ അറിഞ്ഞാൽ നീ സർവത്ര എന്റെ ദർശനം ഉണ്ടാവും. മത്ത പരതരം നാണ്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. ഞാനല്ലാതെ ഹേ ധനഞ്ജയ ഈ ലോകത്തിലൊന്നുമില്ല. ഇതൊക്കെ ഈശ്വരന്റെ വാക്കാണേ. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയൊക്കെ വിശ്വാസവും ഭക്തി ഉണ്ടെങ്കിൽ കൃഷ്ണൻ പറഞ്ഞാൽ വരണം. കൃഷ്ണനൊക്കെ പറയാം, വ്യാസനൊക്കെ പറയാം. ഞങ്ങൾക്കിപ്പോ അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ കുറവാ, ശ്രദ്ധയുടെ കുറവാ. ഗീത ഭഗവാന്റെ വചനാണെന്ന് പറഞ്ഞാൽ നമുക്ക് യോഗ്യത ഭക്തി ഉണ്ടെങ്കിൽ നമുക്കത് വരേണ്ടതാണ്, വിഷമില്ലാതെ ആയിത്തീരേണ്ടതാണ്. അപ്പോ മൈ സർവമിതം പ്രോതം, ഈ ജഗത്ത് മുഴുവൻ എന്നിലാണ് വ്യാപിച്ചു നിൽക്കുന്നത് അർജുന. രാവിലത്തെ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു, ശരീരവും പ്രപഞ്ചവും ഒക്കെ എന്നിലിരിക്കണു. ഞാൻ ശരീരത്തിലിരിക്കണ പോലെ തോന്നുന്നു. തന്നുൾ തണുവിരുക്ക താണ ജഡപുടലം തന്നുള്ളിരുപ്പതാത്താനൊന്നും.
അപ്പൊ ഈ വിശ്വം മുഴുവനും ആത്മാവിലാണ് ഇരിക്കുന്നത്. ആത്മാവിലാണ് വിശ്വം ഉദിച്ച് നിന്ന് അസ്തമിക്കുന്നത്. ആത്മാവിനെ അറിഞ്ഞവൻ സർവവ്യാപിയായ തത്വത്തിനെ സാക്ഷാത്തായിട്ട് ദർശിക്കണു. അങ്ങനെ ദർശിച്ചു കഴിയുമ്പോ അതാണ് ഗീതയുടെ ലക്ഷ്യം. സർവോപരമണം സുഖം. വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമി പറഞ്ഞു, ആത്മാവായിട്ട് എല്ലാവരെയും ദർശിച്ച ആൾക്ക് എന്താ ലാഭം എന്ന് വെച്ചാൽ അയാളുടെ മനസ്സെല്ലാത്തിനും വിട്ടുറാവും. സമാധിസ്ഥിതി ഒരു ക്ഷണനേരത്തേക്കും ഭംഗം കൂടാതെ തുടരും. ശാന്തി ഉണ്ടാവും, നിശ്ചലത ഉണ്ടാവും. സർവോപരമണം സുഖം. അങ്ങനെയല്ലാതെ മനസ്സ് പ്രവർത്തിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തിനെ കാണുന്നു. അവിടെ ഈശ്വരന്റെ വിശ്വരൂപത്തിനെ അർജുനൻ കാണണ പോലെ കാണണമെന്ന് കാക്ഷിക്കുമ്പോൾ, അർജുനന് കാണിച്ചു കൊടുക്കണ പോലെ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നാൽ അർജുനന് നല്ല ധൈര്യമുണ്ട്. അതുകൊണ്ട് ഒരുമാതിരി പിടിച്ചു നിന്നു. എന്നിട്ട് തന്നെ അർജുനൻ പറഞ്ഞത് ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു. ഹേ വിഷ്ണു, എനിക്ക് എന്റെ വിൽ പവറൊക്കെ പോയി, സമാധാനമൊക്കെ പോയി, അത്യാവശ്യം ബുദ്ധിയിൽ നട്ടൊക്കെ ഇളകി, പേടിയാണ്, ഭയം തോന്നുന്നു. പ്രവ്യഥിതാന്തരാത്മാ എന്നൊക്കെ പറഞ്ഞു അല്ലേ? അതാണ് ഇന്നലെ കണ്ടത്. നോക്ക, ദംഷ്ട്രാകരാളാനി ചതേ മുഖാനി ദൃഷ്ട്വൈവ കാലാനലസന്നിഭാനി ദിശോ ന ജാനേന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. ഈ ശ്ലോകത്തിൽ നമുക്ക് വേണ്ടത് പ്രസീദ ദേവേശ ജഗന്നിവാസം. ബാക്കിയൊക്കെ അത്യാവശ്യം സംസ്കൃതം അറിയെങ്കിൽ രാത്രി ഉറക്കം വരില്ല. സംസ്കൃതം നിങ്ങൾക്ക് അത്യാവശ്യം അറിയെങ്കിൽ ആ ശ്ലോകം ബാക്കിയുള്ളത് വായിച്ചാൽ രാത്രി പേടിക്കാൻ വേണ്ട വകുപ്പൊക്കെ അതിലുണ്ട്. ദംഷ്ട്രാകരാളാനി, ഭയങ്കരമായ ദംഷ്ട്രകള്. ദൃഷ്ടുവൈവ കാലാനല സന്നിഭാനി, പ്രളയകാലത്തിലുള്ള അഗ്നി പോലെ ഉള്ളിലൊരു ജ്വലിക്ക അല്ലേ? പണ്ട് കാലത്ത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ പേടിപ്പെടുത്തുന്നത് ഇരുട്ടിൽ പോണ്ട കൊള്ളിക്കെട്ട പിശാചം ഉണ്ടാവുന്നതാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വായ തുറന്നാൽ അതിന്റെ വായിൽ തീ ഉണ്ടാവും അത്രേ. ഇതിപ്പോ ഭഗവാൻ വായി തുറന്നാൽ അങ്ങനെ അഗ്നി ഭഗവാന്റെ മുഖാണല്ലോ. കൃഷ്ണൻ അഗ്നിയെ കുടിച്ചു. അപ്പൊ ഭട്ടതിരി പറഞ്ഞു രണ്ട് വിധത്തിൽ പീതമായി എന്നാണ്. ഒന്ന് മഞ്ഞ കളറുള്ളത് കൊണ്ട്, രണ്ട് കുടിക്കപ്പെട്ടത് കൊണ്ട് പീതമായി. നനു ഖലുതേ മുഖം, ഇത് ഭഗവാന്റെ മുഖമാണല്ലോ എന്നാണ് ഈ അഗ്നി. അപ്പൊ അവിടെ വായില്, അതുകൊണ്ടാണ് അഗ്നിയിൽ ആഹുതി അർപ്പിക്കുന്നത്. എന്താ? ഈശ്വരന്റെ മുഖത്തിലേക്ക് പോകണമെങ്കിൽ അഗ്നിയിലാണ് അർപ്പിക്കുന്നത്. 7 നാവുകളുള്ള സപ്തജിഹ്വ എന്ന് പേര്. ഭഗവാൻ ഇവിടെ 7 നാവുകളാണ്. അവന് അനേകം നാവാണെന്ന് പറയില്ലേ നമ്മള് അല്ലേ? ഭഗവാന് 7 നാവ്, സപ്തജിഹ്വാം. അതുപോലെ കാളീ കരാളയേച്ച മനോജവാച സുലോഹിതായാച്ച സുധൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചീച ദേവി. 7 ജിഹ്വ. ലേലായമാന ഇതി സപ്തജിഹ്വാ. അങ്ങനെ ലേലായമാന, അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന 7 നാവുകളോടുകൂടി അഗ്നി ശരിക്ക് ജ്വലിച്ചാൽ ഈ 7 കളർ കാണുന്നതാണ്. ആ 7 കളറിന്റെ നടുവിലാണ് ആഹുതി അർപ്പിക്കുക. തീപ്പെട്ടി കൊണ്ട് കൊളുത്തുന്ന അഗ്നിയിലൊന്നും വരില്ല. അത് അരണി കടഞ്ഞെടുത്ത് ചമത കൂട്ടി ഒക്കെ വേണം. അത് വേണ്ട വിധത്തില് അഗ്നി ആധാനം ചെയ്താലേ ക്വചന അഗ്നി പോരാ, കശ്ചന അഗ്നി പോരാ എന്നാണ്. ശരിക്കും ഔദുംബരീഭിഹി പരിചരേത് എന്നൊക്കെ പറയേണ്ട വേദം. ഔദുംബരം കൊണ്ടുള്ള അഗ്നി, ചില കാര്യത്തിന് ഔദുംബരം കൊണ്ടുള്ള അഗ്നി, ചില കാര്യത്തിന് ഇന്ന അഗ്നിയൊക്കെ വേണമെന്ന്. അപ്പൊ ഇവിടെ ഭഗവാന്റെ വായിലങ്ങനെ അഗ്നി ജ്വലിക്കാണ്. ദിശോനജാനേ, അർജുനൻ പറയാ യുദ്ധഭൂമിയിലാണ് നിൽക്കണതേ, പക്ഷെ അടുത്തുള്ള ആളുകളൊന്നും കാണാൻ വയ്യ, ഒരാളെയും കാണാനില്ല. ചുറ്റും അങ്ങനെ അഗ്നിജ്വാല
ന ലഭേച ശർമ്മ. കണ്ടിട്ട് വല്ല സന്തോഷം ഉണ്ടെന്ന് വെച്ചാൽ സന്തോഷമൊന്നുമില്ല. പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹേ ദേവദേവ ജഗന്നിവാസ പ്രസീദ പ്രസീദ പ്രസീദ. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഃ സർവേ സഹൈവാവനിപാലസംഘൈഃ ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തഥാസൗ സഹാസ്മദീയൈരഭിയോധമുഖ്യൈഃ. ഫോർവേഡ് ചിലതൊക്കെ വീഡിയോയിൽ ഫോർവേഡ് ചെയ്ത് കാണിക്കില്ലേ? ഫ്യൂച്ചറിൽ എന്താ വരണമെന്ന് വെച്ചാൽ ഫോർവേഡ് ചെയ്താൽ കാണില്ലേ? അതുപോലെ വരാൻ പോകുന്നത് ഭഗവാൻ അർജുനന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞു പോയത്, വരാൻ പോകുന്നത് ഒക്കെ ആ ചൈതന്യത്തിന് ഒരേ സമയത്ത് പ്രകാശിക്കുകയാണ്. അല്ലെ? ഇപ്പൊ ഭാഗവതത്തില് വരാൻ പോണ കാര്യം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റിസർച്ച് സ്കോളേഴ്സ് പറയുന്നത് ഭാഗവതം ലേറ്റർ വർക്കാണ്. കാരണം ബുദ്ധനെ കുറിച്ച് പറയുന്നു, വേറെ എന്തൊക്കെയോ പറയണം എന്നൊക്കെ പറഞ്ഞ് റിസർച്ച് ചെയ്യുന്ന ആളുകൾ. അങ്ങനെയാണെങ്കിൽ കാശ്മീര് മ്ലേച്ഛന്മാർ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണല്ലോ സംഭവിച്ചത്. കാശ്മീർ മുഴുവൻ മ്ലേച്ഛന്മാരെന്നറിയും, പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോ ഭാഗവതം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആരോ എഴുതിയതാണെന്ന് പറയേണ്ടി വരും. 1948 ശേഷം ആരോ എഴുതിയതാണ് അല്ലേ? അപ്പൊ ഫ്യൂച്ചർ പാസ്റ്റ് ഒക്കെ അതിന്റെ ഒരേ മണ്ഡലത്തിൽ പ്രകാശിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ അർജുനന്റെ മുമ്പിൽ ഭഗവാൻ കാണിച്ചു കൊടുക്കുക, വായ് തുറന്ന അഗ്നി. ഇപ്പൊ അതിനകത്തേക്ക് ഇയാമ്പാറ്റകൾ തീയിലേക്ക് പോണ പോലെ ഒരു ഗ്രൂപ്പ് പോണ്ട്. ആരാ പോണത് എന്ന് വെച്ചാൽ അതൊക്കെ പോണത് കാണിക്കാണ്. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഹ. 100 ഉണ്ടല്ലോ, ക്യൂ നിൽക്കണം വരിയായിട്ട്. 100 വരിവരിയായിട്ട് ക്യൂ നിന്നിട്ട് ഭഗവാനാണ് വിഴുങ്ങണത്. ഫാക്ച്വൽ സ്റ്റോറി ഭീമനാണ് പേര് കിട്ടാൻ പോണത് അല്ലേ? പക്ഷേ ഭഗവാൻ വിഴുങ്ങുന്നത് ഭീമന് ഒരു കാരണപ്പേര്. അർജുനന്റെ അടുത്തും ഭഗവാൻ പറഞ്ഞു, ഞാൻ മുമ്പേ വരെയൊക്കെ കൊന്നു കഴിഞ്ഞു, നീ വേണമെങ്കിൽ പേര് വാങ്ങിച്ചോളൂ, നീ പേര് വാങ്ങിച്ചോളൂ, ഞാൻ ഇവരുടെ കാര്യമൊക്കെ മുമ്പേ കഴിഞ്ഞു, ഇവരെയൊക്കെ തീർത്തു കഴിഞ്ഞു, ഇനിയിപ്പോ നിനക്ക് പേര് കിട്ടിക്കോട്ടെ. ഭാരതത്തിൽ തന്നെ അങ്ങനെ കഥയുണ്ട്. അർജുനൻ ഇടയ്ക്ക് വെച്ച് വ്യാസന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, യുദ്ധത്തിന് നടുക്കായിട്ട്, ഞാൻ ദിവസം കയ്യിൽ അമ്പും വില്ലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണു, ആളുകൾ പറയണു ഞാൻ ഒരു അമ്പെടുത്താൽ അത് 10 ആവണു, 100 ആവണു, 1000 ആവണു എന്നൊക്കെ പറയണു. വാസ്തവത്തിൽ ഞാൻ കാര്യമായിട്ട് 1-2 അവിടെ ഇവിടെ 1 ലക്ഷത്തിൽ പോലും വീഴണ്ടോ സംശയമാണ്. പക്ഷെ ആരോ ഒരു അഗ്നിവർണ്ണത്തിൽ ഒരു പുരുഷൻ എന്റെ മുമ്പില് ധനുർധാരിയായിട്ട് നടക്കണതും എല്ലാരെയും സംഹാരം ചെയ്യണതും ഞാൻ കണ്ടുകൊണ്ടേയിരിക്കണു. അയാൾ ചെയ്യണതൊക്കെ എന്റെ പേരിൽ വരികയാണെന്ന്. അപ്പൊ വ്യാസൻ പറഞ്ഞു, സംഹാരമൂർത്തിയായ ഭഗവാനാണ് ഇതൊക്കെ ചെയ്യണത് അർജുന, നീ ഒരു യന്ത്രം മാത്രമാണ്, പക്ഷെ നിനക്കാണ് പേര്, നീ ചെയ്തു എന്നാണ് വരിക, നിനക്ക് കിട്ടിക്കോട്ടെ. ജനം ജനേന ജനയൻ മാറയൻ മൃത്യുനാന്തകം. ഭാഗവതം തന്നെ പറയണ്ട്, ആളുകൾ ജനിക്കുന്നതിനും ആളുകൾ മരിക്കുന്നതിനും ഈശ്വരനല്ലാതെ ഒരു കോസുമില്ല. പക്ഷെ നമ്മൾ പറയും ആളുകൾ ജനിച്ചത് ഇന്ന അച്ഛനും അമ്മയ്ക്കും ആണ് ജനിച്ചത്, ഇന്ന അവർക്കാണ് ജനിച്ചതെന്ന് പറയും, ഇന്ന ആള് കുത്തിക്കൊന്നു എന്നൊക്കെ പറയും. പക്ഷേ വെറും ഒരു കാരണം മാത്രമാണ് സ്ത്രീയും പുരുഷനും മനുഷ്യരും കുത്തും കൊലയും ഒക്കെ. ജനം ജനേന ജനയൻ, ഒരു ജീവൻ വരാനുണ്ടെങ്കിൽ ചില ആളുകളെ യന്ത്രമാക്കി വഴിയാക്കി തീർക്കണു. മാരയന്, ചില ജനങ്ങളെ കൊല്ലാൻ ആളുകളാക്കി തീർക്കണു. ഇവർക്ക് ഈ പേരും അവർക്ക് ഈ പേരും ഒക്കെ കിട്ടും. ഹിറ്റ്ലർ, അയാൾക്ക് കുറച്ച് കാലത്തേക്ക് അയാളെ എല്ലാരെയും കൊന്നു നമ്മൾ പറയുന്നു അല്ലേ? ഒരാൾ വിചാരിച്ച സാധിക്കുമോ പറയൂ? രാത്രി മുഴുവൻ ഓടിച്ചിട്ട് ഒരു കൊതുകിനെ പിടിക്കാൻ നമുക്ക് പറ്റണില്ല. ഇയാള് ഇത്രയും പേരെ കൊന്നു എന്ന് പറയണു. അയാള് വെറുതെയാണോ? ഈശ്വരൻ നിയോഗിച്ചിരിക്കുകയാണ്. അയാള് ലോകത്തിന്റെ ദൃഷ്ടിയിൽ എത്ര വലിയ വില്ലനായാലും ശരി, ഈശ്വര നിയോഗമില്ലാതെ ഇങ്ങനൊരു കർമ്മം നടക്കുമോ? സംഹാരം ചെയ്യാൻ ഒരു വഴി. അത് സുനാമി ചെയ്താൽ നമ്മളാരും കുറ്റം പറയില്ല, ഹിറ്റ്ലർ ചെയ്താൽ പറയും, അത്രേ ഉള്ളൂ. സുനാമി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. വലിയ ഭൂമി കുലുക്കം വന്നാൽ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല.
ഒരു വ്യക്തി ചെയ്യുമ്പോൾ നമ്മൾ പറയും കാരണം എന്താ, ആ വ്യക്തിയിൽ മോട്ടീവ് ഉണ്ട്, ഈഗോ ഉണ്ട് എന്നൊക്കെ നമ്മൾ ആരോപണം ചെയ്യുന്നു. പക്ഷെ എന്തൊക്കെ ഈഗോ മോട്ടീവ് ഉണ്ടെങ്കിൽ നടക്കുവോ? സംഹാരത്തിന് ഒരു കാരണമാണ് പല ആളുകളും. ദുര്യോധനൻ തന്നെ പറയുന്നുണ്ട് ഭാരതത്തില്, നിനക്ക് ഈ പറഞ്ഞ മനസ്സിലാവണില്ലേടാ ചക്കാന്ന് ചോദിക്കുക വിതുരൻ. അപ്പൊ വിതുരൻ ദുര്യോധനൻ പറയാണ്, ധർമ്മമൊക്കെ ഇളയച്ച എനിക്ക് നല്ലവണ്ണം അറിയാം, നിനക്ക് വേണോ ഞാൻ എത്ര പുസ്തകം എഴുതി തരാം, പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, അധർമ്മം എനിക്കറിയാം, ജാനാമി അധർമ്മം നചമേ നിവൃത്തി, എന്നെ കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്താ ഇങ്ങനെ ചെയ്യണ? കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. ഏതോ ഒരു ദേവൻ എന്റെ ഉള്ളിലിരുന്ന് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറയണു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയണു, ഞാൻ എന്താ ചെയ്യാം? തസ്കരാടാംബതയേ നമഃ. കള്ളന്മാരുടെ ലീഡറായിട്ടും ഈശ്വരൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാരണമായിട്ട് നല്ല ആളും ചീത്ത ആളുകളിലും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. അവർക്കൊക്കെ മരണം. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഹ. ഈ നിൽക്കണ ഈ നൂറ്റിക്കണക്കിന് ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ അവര് മാത്രമല്ല സഹ അസ്മദീയൈരവി, ഞങ്ങളുടെ ആളുകളുണ്ട്, അസ്മദീയന്മാരും കുറെ പേരുണ്ട് ഈ കൂട്ടത്തില്. ആ ക്യൂല് തിക്കും തിരക്കും കൂടെ നോക്കുമ്പോ ഇടയിൽ കൂടെ അവര് മാത്രമല്ല നമ്മുടെ ആളുകളും പെടണു എന്നാണ്. യൂണിഫോം, നമ്മുടെ ആളുകളുടെ യൂണിഫോമും കാണുന്നുണ്ട്, അവരുടെ യൂണിഫോമും കാണുന്നുണ്ട്, എല്ലാം കൂടെ തുരുതുരേ പോയിക്കൊണ്ടിരിക്കുകയാണ്. യോധമുഖ്യൈഹി ഭീഷ്മോ ദ്രോണ. ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്. അർജുനൻ എപ്പോഴും കർണൻ വിളിക്കില്ല, ആ സൂതപുത്രൻ. ഈ വിശ്വരൂപ ദർശനത്തിൽ പോലും സ്വഭാവം നന്നാവണില്ല. സൂതപുത്രസ്തഥാസൗ, ആ സൂതപുത്രനുണ്ടല്ലോ അയാളും. അസൂതപുത്ര സഹ അസ്മദീയൈ അവനിപാല സംഘൈ. ഈ അനേകം രാജാക്കന്മാരിവിടെ പരശുരാമാവതാരത്തിൽ വന്ന് ക്ഷത്രിയന്മാർ പറഞ്ഞാൽ കേൾക്കണില്ല എന്ന് പറഞ്ഞ് കുറെ കൊന്നു ഭഗവാൻ. പരശുരാമനായിട്ട് വന്നിട്ട് ക്ഷത്രിയന്മാര് സ്വഭാവം നശിച്ചു പോയപ്പോ പരശുരാമനായിട്ട് കയ്യിൽ ഒരു മഴുവും കൊണ്ടുവന്നതാ. അതൊരു ഈശ്വര അവതാരം അല്ലേ? ഒരു മഴു. ഇത്രയും പേര് ആളുകൾ കയ്യിൽ ഓരോരോ വലിയ വലിയ ആയുധവും വെച്ചുകൊണ്ടിരിക്കുമ്പോ പരശുരാമനായിട്ട് ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു മഴുവും കൊണ്ട് തലങ്ങും വിലങ്ങും പോയി. ഒരുപാട് പേരെ വധം ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈ ഭൂമിയൊക്കെ അങ്ങോട്ട് ദാനം കൊടുത്തു. പിന്നെ തനിക്ക് ഇരിക്കണമെന്ന് വന്നിട്ട് ഒരു ഏറ് കൊടുത്തു. കേരളം ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറയണത്. പണ്ട് ഒരു കാർട്ടൂൺ എവിടെയോ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കടൽക്കരയില് ആരോ കടലിൽ മുങ്ങി പൊങ്ങി നിൽക്കണം കണ്ടു, അത്ര ജടയൊക്കെ ധരിച്ച്. ആരാന്ന് ചോദിച്ചപ്പോ ഞാൻ പരശുരാമനാണ്. എന്താ മുങ്ങണ? അത് പഴയ മഴു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയാം, തിരിച്ചങ്ങടെ അറിയാൻ, തിരിച്ചങ്ങടേക്ക് അറിയാനാണെന്നാണ്. ഒരുപാട് സംഹാരം ചെയ്തു. അംശാവതാരം എന്നാണ് പറയുക നമ്മൾ, ആവേശാവതാരം. അപ്പോഴൊന്നും എന്നിട്ടും പൂർണ്ണമായിട്ടും വെടുപ്പായില്ല. രാമാവതാരം കഴിഞ്ഞു, കൃഷ്ണാവതാരത്തിൽ വന്നു. രാമാവതാരത്തിലൊക്കെ ക്ഷത്രിയന്മാർ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ അതെങ്ങനെയാന്ന് വെച്ചാൽ പരശുരാമന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ വിട്ടിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ചില ആളുകൾ കണ്ട പരിപാടി തന്നെ പരശുരാമ വരണമെന്ന് പറഞ്ഞാൽ അപ്പം പോയി കല്യാണം കഴിച്ചിട്ട് വരും. അങ്ങനെ ആരോ പറഞ്ഞു ദശരഥൻ പോലും അങ്ങനെയാത്ര ഒരുപാട് കല്യാണം കഴിച്ചത്. എന്താണെന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് കൃഷ്ണാവതാരത്തില് ആള് വളരെ നല്ല ആളായിട്ടാണ് വരുന്നത്. പക്ഷേ ഉദ്ദേശം അത് തന്നെയാണെന്നാണ് ഭഗവാൻ പറയണത്. ഇത് മുഴുവനും അവസാനിപ്പിക്കണം. അവനിപാല സംഘൈഹി, രാജാക്കന്മാരാത്രേ നാട് ഭരിക്കാൻ പുറപ്പെട്ടിട്ട് എല്ലാത്തിനെയും അങ്ങോട്ട് കൂട്ടത്തോടെ ചേർത്തി ഒറ്റ സ്ഥലത്ത് വെച്ച് തൃശ്ശൂർ പൂരം പോലെ വെടി
സർവൈവ സഹ അവനിപാല സംഘൈഹി. അല്ലേ, നോക്കൂ, ആ ക്ഷാത്രം എന്ന് പറയുന്നത് നശിച്ചു പോകുമ്പോഴുള്ള കുഴപ്പമാണ് അല്ലേ. ഇപ്പോ സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ തന്നെയാണ് നടന്നത്, എല്ലാം കൂട്ടത്തോടെ. സർവൈഹ. എന്നിട്ട് ഈ യുദ്ധം ചെയ്ത ആളുകൾ ആരെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ട് ജീവിച്ചോ? ഹിറ്റ്ലർ, മുസോളിനി, ആരെയൊക്കെ പറഞ്ഞു, എല്ലാം ദുർമരണം. ഇവിടെ ഭഗവാൻ ഇവരെയൊക്കെ മെഴുങ്ങുന്നത് കാണുകയാണ്. മെഴുങ്ങാന്ന് വെച്ചാൽ വിത്ത് ഡിലൈറ്റ്. ഭഗവാൻ അങ്ങനെ നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഉള്ളിലേക്ക് അങ്ങനെ എടുക്കുകയാണ്. ലേലിഹ്യസേ, നല്ല രുചിയായിട്ട് നുണയാണ്. ഇവരും ഭഗവാന്റെ വായുടെ ഉള്ളിലേക്ക് എങ്ങനെയാ പോണത്? അതാണ് അടുത്ത ശ്ലോകം. നോക്കൂ. വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംശ്രാകരാളാനി ഭയാനകാനി കേചിദ് വിലഗ്നാ ദശനാന്തരേഷു സന്ദൃശ്യന്തെ ചൂർണിതൈരുത്തമാംഗൈഃ. നല്ല പിക്ചറാ. ഇവിടെ അർജുനൻ കാണുകയാണ് മുമ്പിലേ. അപ്പോ ഈ പോകുന്ന ആളുകൾ എങ്ങനെയാന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ നീ മുമ്പ് പോയിക്കോ, ഞാൻ പിന്നാലെ വരാമെന്നൊന്നും പറയണില്ല, പിന്നാലെ നിൽക്ക് എന്നാണ് പറഞ്ഞത് വരുന്നവരോടൊക്കെ. ത്വരമാണാഹ, തള്ളി പുറകോട്ട് തള്ളിയിട്ട് ഗുരുവായൂർ ക്യൂല് നിൽക്കുന്ന ആളുകളുടെ ഇടി കൊണ്ടിട്ടുണ്ടോ നിങ്ങള്? അതുപോലെയുള്ള ബലം. ത്വരമാണാഹ, അത്രയ്ക്ക് ത്വരയോടുകൂടിയാണ്. കാരണം ഭഗവാന്റെ അടുത്ത് ഒന്നാവാൻ പോവാണേ. അത് മൃത്യു ആവട്ടെ, ഏത് ഫോമിലാവട്ടെ, ഡൈ ആൻഡ് ബിക്കം വൺ വിത്ത് ഹിം, അത്രയേ ഉള്ളൂ. ത്വരമാണാവിശന്തി, അത്ര വേഗത്തോടെ പോവാണ്. എവിടേക്കാ പോണത്? ദംഷ്ട്രാകരാളയാണ്, വലിയ വലിയ പല്ല്, അതിൻ്റെ ഉള്ളിലേക്ക്. ചിലരൊക്കെ വിലഗ്നാഹ, പല്ലുകൾക്കിടുക്കില് ചില സാധനങ്ങളൊക്കെ നമ്മൾ തിന്നു കഴിഞ്ഞാൽ അവിടെ അവിടെ പോയി കുടുങ്ങില്ലേ. അപ്പൊ ഭഗവാൻ ഇങ്ങനെ വിരലിട്ടിട്ട് എടുക്കണ്ടത്ര, എടുത്തിട്ട് ഉള്ളിലേക്ക് ആക്കണ്ടെന്ന്. വിലഗ്നാഹ ദശനാന്തരേഷു ചൂർണിതൈഹി ഉത്തമാംഗൈഹി. ഈ തലയൊക്കെ, അവരുടെ തലയൊക്കെ പൊടി പൊടിയായിട്ട് തീർന്നിരിക്കാം. അല്ല, ചൂർണം പോലെ. ചൂർണം എന്ന് വെച്ചാൽ പൊടിയാണല്ലോ. ചൂർണമായിട്ട് തീർന്ന് ഇവിടെയൊക്കെ ഈ ദന്തധാവന ചൂർണം പോലെ അവിടെ അവിടെ കിടക്കാം. ഭഗവാൻ വിരലിട്ടിട്ട് അതൊക്കെ എടുത്തിട്ട് പിന്നെ ഉള്ളിലേക്ക് ആക്കാൻ. കേചിത് വിലഗ്നാഹ ദശനാന്തരേഷു സന്ദൃശ്യന്തെ ചൂർണിതൈർ ഉത്തമാംഗൈ. ഉത്തമാംഗം എന്ന് വെച്ചാൽ തല, തലയൊക്കെ അങ്ങനെ പൊടി പൊടിയായിട്ട് തീർന്നിരിക്കുകയാണ്. യഥാ നദീനാം ബഹവോംബുവേഗാഃ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമീ നരലോകവീരാ വിശന്തി വക്ത്രാണി അഭിവിജ്വലന്തി. യഥാ നദീനാം ബഹവഃ അംബുവേഗാഃ, അനേകം നദികൾ വളരെ വേഗത്തോടുകൂടെ ഒഴുകി വന്ന് സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്നു. സമുദ്രത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പേരും രൂപവും ഒന്നുമില്ല. യഥാ നദ്യസ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദ് വിമുക്തഃ പരാത്പരം പുരുഷമുപൈതി ദിവ്യം. നദികളൊക്കെ സമുദ്രത്തിൽ ചേരുന്ന പോലെ സമുദ്രമേവ അഭിമുഖാദ്രവന്തി തഥാ തവാമി നരലോക വീരാഹ. ഈ ലോകത്തിലെ വീരന്മാര് ഇവരൊക്കെ ആരാന്ന് വെച്ചാൽ ലോകത്തിലെ മിടുമിടുക്കന്മാര് ഒക്കെ അവിടെ പോകുമ്പോ ഒരേപോലെ തന്നെ അല്ലേ. ലോകത്തിൽ വലിയ ആളുകളാണ്, വലിയ വലിയ കാര്യം സാധിച്ച ആളുകളാണ്. ഈശ്വരനെടുത്തോ മൃത്യുവിനെടുത്തോ വല്ല വിലയുണ്ടോ? ഒന്നുമില്ല. നരലോകവീരാഹ വിശന്തി വക്ത്രാണി. ഭഗവാന്റെ ആ വായുടെ ഉള്ളിലേക്ക് നദികൾ സമുദ്രത്തിലേക്ക് പോകുന്ന പോലെ വേഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെയാണേ. ഓരോ ദിവസം കഴിയുന്തോറും ആയുർ നശ്യതി പശ്യതാം പ്രതിദിനം. ഒരു ദ്വാരമുള്ള കുടത്തിൽ വെള്ളം പോണ പോലെ
ചില കലണ്ടർ ഇങ്ങനെ ചീന്തി എടുക്കില്ലേ, ഒരു ദിവസം കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു. 10-14 വർഷമായി കൊച്ചിയില് പ്രഭാഷണം തുടങ്ങിയിട്ട്. എന്താ പ്രയോജനം? കാലം പോയി, ടൈം പോയി. ചില ആളുകളൊന്നും ഇല്ല, അന്നുണ്ടായിരുന്ന ആളുകളൊന്നും ഇല്ല, പോയിക്കൊണ്ടേയിരിക്കുകയാണ് ടുവേർഡ്സ് അൺനോൺ. എവിടേക്കോ പോയിക്കൊണ്ട്. വിശന്തി നാശായ. ഈ പാറ്റകള് തീല് വീഴില്ലേ, അതാണ് ഇനി പറയാൻ പോണ എക്സാമ്പിൾ. അതുപോലെ ആ സർവേശ്വരന്റെ കാലപുരുഷന്റെ വായിലിക്കണപ്പാ യാത്ര. യോഗവാസിഷ്ടത്തിൽ കാലം പറയണു, എത്ര ബ്രഹ്മാക്കളെ ഞാൻ വിഴുങ്ങിക്കഴിഞ്ഞു, എത്ര ദേവതകളെ വിഴുങ്ങിക്കഴിഞ്ഞു, ആരൊക്കെ കഴിഞ്ഞു. ഭാഗവതത്തിൽ അവസാന ശ്ലോകമുണ്ട്. ഈ രാജാക്കന്മാരുടെ ഒക്കെ കഥ എന്തിനാന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, വലിയ വലിയ രാജാക്കന്മാര്, ലോകം കീഴടക്കാൻ ശ്രമിച്ച രാജാക്കന്മാരുടെ കഥയൊക്കെ പറഞ്ഞു. എന്തിനാ അതൊക്കെ പറഞ്ഞു? അവരുമൊക്കെ ചത്തുപോയി എന്ന് പറയുന്നു. കഥായുമാസ്തേ കഥിതാഹ മഹീയസാം വിതായ ലോകേഷു യശഃ. അവര് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തവരാണ്, ചരിത്രം സൃഷ്ടിച്ചവരാണ്. എന്നിട്ടോ പരേയുഷാം ഒക്കെ പോയി. എവിടെ പോയി? പോയി കഴിഞ്ഞു, മരിച്ചു. മരിച്ചു എന്ന് വെച്ചാ അവോ പൂന്താനം പറഞ്ഞു, കൃപ കൂടാതെ പീഡിപ്പിക്കുന്ന എന്താ നിർബന്ധത്ത് ഓരിയായി പിറക്കുന്നു. ഓരി എന്ന് വെച്ചാൽ എന്താ? അരിയോ? എന്തോ ഒരു സാധനം വെച്ചോ. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നിർബന്ധത്ത് ഓരിയായി പിറക്കുന്നു. അല്ലെ? കിളിയോ? എന്താണ്? കൃമി. കൃമിയായിട്ട്, നിർബന്ധത്ത് കൃമിയായി പിറക്കുന്നു. നോക്കും, മറന്നു. ചെറിയ കൃമിയായിട്ട് പോയിരുന്നു രാജാവ്. ആലോചിച്ച് നോക്കൂ. കൃപ കൂടാതെ പീഡിപ്പിച്ചു, എല്ലാരെയും പീഡിപ്പിച്ച് രാജാവായിട്ട് തീർന്ന നൃപൻ, അയാൾ ചത്തിട്ട് ഒത്തിരി ഒരു വലിയ ജന്മം കിട്ടിയെന്ന് വെച്ചാൽ കൃമിയായി പിറക്കും. അല്ല, ഡ്രെയിനേജില് ഒരു പുഴുവോ പാറ്റയൊക്കെ ആയിട്ട് കിടക്കാന്നാണ്. നിർബന്ധത്ത് കൃമിയായി പിറക്കുന്നു. അല്ലേ? വലിയ വലിയ നൃപന്മാര് ആലോചിച്ചു നോക്കാം. ഔറംഗസീബ്, ഹൈദരാലി, ആരൊക്കെയോ വന്നു ഇവിടെ. എന്തൊക്കെയോ പിടിച്ചടക്കാനായിട്ടൊക്കെ വന്ന ആളുകളുണ്ട് ഇവിടെ. അവരൊക്കെ എന്തായി? അശോക ചക്രവർത്തി ഒക്കെ പോയി, എല്ലാരും പോയി, എവിടെയോ പോയി. എല്ലാം അവരുടെ കാലമൊക്കെ കഴിഞ്ഞു. ഒക്കെ വിശന്തി വക്ത്രാണി അഭിവിജ്വലന്തി. അടുത്ത ശ്ലോകം, യഥാ പ്രദീപ്തം ജ്വലനം പതംഗാം വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. നല്ലവണ്ണം ജ്വലിക്കുന്ന തീ കൊളുത്തി വെച്ചാൽ എന്തിനാ ഈ പാറ്റ അതിനകത്തൊന്ന് വീണ് അറിയില്ല. അതിന് ഇറസിസ്റ്റിബിൾ അട്രാക്ഷൻ. അതിന് വിട്ടു നിൽക്കാൻ വയ്യ. തീ കണ്ടിട്ട് അതിനകത്തേക്ക് പോയി വീഴുക. വിശന്തി നാശായ, നാശത്തിനായിക്കൊണ്ട് അതിനകത്തേക്ക് ചെന്ന് വീഴുകയാണ്. സമൃദ്ധ, വിത്ത് ഫുൾ ഫോഴ്സ്. പതംഗങ്ങൾ പോയി വീഴുന്ന പോലെ ഈ ലോകമൊക്കെ തന്നെ തേ വക്ത്രാണി, നിന്റെ മുഖത്തിലേക്ക് വേഗം കൂടി 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 വന്ന് ചെന്ന് വീഴുന്നു. ഹേ ഭഗവാനെ, ഭഗവത്ഗീത കേൾക്കാൻ വന്നിരുന്നിട്ട് ഇത് തന്നെയാണ് ഇപ്പൊ കേൾക്കുന്നത്. എന്താ ചെയ്യാ? വിശ്വരൂപ ദർശനത്തിന്റെ ഒരു കഥയാണതേ. നമ്മള് മുമ്പില് മരണത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ അമൃതത്വം അറിയാൻ പറ്റില്ല. ഇവിടെ നാശമുണ്ട്, ദുഃഖമുണ്ട്, വിഷമുണ്ട്. ഈ കാണുന്ന വിശ്വരൂപത്തിന്റെ നല്ല വശവും ഭയങ്കരമായ മുഖവും കാണണം.
ലോകത്തിലെ വലിയ വലിയ ആളുകളെയൊക്കെ കണ്ട് എല്ലാവർക്കും ആഗ്രഹമാണ് അവരെ പോലെ ആകണം, അവരെ പോലെ ആകണം, എന്തെങ്കിലുമൊക്കെ ആവണം. ഭഗവാനെ ഭജിക്കുന്നത് തന്നെ അതിനാണ്. നമ്മുടെ അവിടെ ഒരു ഗീതയൊക്കെ പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പാട്ട് പാടും, ദൈവമേ കൈതൊഴാം കാക്കുമാറാകണേ. പ്രസിദ്ധമായ പാട്ടാണല്ലോ. കാക്കുമാറായിട്ടില്ലെങ്കിലും ഒരു കാക്കുമാറെങ്കിലും ആക്കണേ എന്നാണ്. ഒരു കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, അത്ര വലിയ പണക്കാരനാണെന്നാണ്. ദൈവമേ കൈതൊഴാം കേക്കുമാറാകണേ. കേക്കുമാറായിട്ടില്ലെങ്കിൽ ഒരു കാക്കുമാറെങ്കിലും. എന്തിനാന്ന് വെച്ചാൽ പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ വലിയ പണക്കാരനായിട്ടത്. അദ്ദേഹം ഒരിക്കലും ഞങ്ങളുടെ അവിടെ ഈ പ്രഭാഷണം അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മുമ്പില് ശരിക്കും ഒരു പണക്കാരനായ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് കെ കുമാർ. ഇതൊക്കെ അറും പറ്റാന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ എന്തോ വലിയ ആളുകൾ, അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം അവരെ പോലെ ആവണം. അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കൂ. അതാണ് ഇവിടെ അർജുനൻ പറയണത്. ഈ രാജ്യത്തിന് വേണ്ടി കൊതി പൂണ്ടിട്ടാണല്ലോ വലിയച്ഛനും ചെറിയച്ഛനും പേരക്കുട്ടികളും ഏട്ടനും അനിയനും ഒക്കെ കയ്യിൽ ആയുധമെടുത്ത് നാണമില്ലാതെ വന്ന് നിൽക്കണത്. ഭഗവാൻ ആദ്യം തന്നെ വിളിച്ചു കഴിഞ്ഞിരുന്നു മോസ്റ്റ് അൺസിവിലൈസ്ഡ് ലോട്ട് ഓഫ് പീപ്പിൾ. ഭഗവാൻ മുമ്പ് തന്നെ പറഞ്ഞു, 4-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു, ഇതുവരെയ്ക്ക് ഇത്രയധികം ഒന്നിനും കൊള്ളാത്ത രാജാക്കന്മാരുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കണു മഹാഭാരതത്തിലൊക്കെ മഹാകേമന്മാരാണെന്നാണ്. കൃഷ്ണൻ പറയണത് ഞാൻ പണ്ട് വിവസ്വാൻ ഉപദേശിച്ചതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു പറ്റം വിവരമില്ലാത്ത ജന്മങ്ങളാണ് കയ്യിൽ അമ്പും വില്ലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നിൽക്കുന്നത്. നിങ്ങളെ ഒന്നും നന്നാക്കാൻ പറ്റില്ല, അതുകൊണ്ട് തീരുമാനിച്ചിരിക്കുകയാണ് കശാപ്പ് ചെയ്യാന്നാണ്. നന്നാക്കാനൊന്നും പറ്റില്ല, വേറെ വഴിയില്ല എന്നാണ്. എല്ലാം തീർത്താലേ ഒരു പുതിയ ഒരു ജനറേഷൻ വരാൻ വല്ല വഴിയുള്ളൂ. അപ്പൊ അർജുനന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അർജുനൻ കണ്ടുകൊണ്ട് പറയാണ്, തീയിലേക്ക് വീഴുന്ന ഈയാമ്പാറ്റകളെ പോലെ ചെന്ന് വീണ് ഇല്ലാതാവുന്ന രാജാക്കന്മാരെ ഞാൻ കാണുന്നു ഭഗവാനെ. അവരൊക്കെ ചെന്ന് ഉള്ളിൽ വീഴുമ്പോ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നോക്കൂ അടുത്തതും അതാണ്. ലേലിഹ്യസേ ഗ്രസമാന സമന്താത് ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ബാസസ്തവോഗ്രാഹ പ്രതപന്തി വിഷ്ണു. നല്ലവണ്ണം നോക്കണം. അർജുനൻ ഇവിടെ ഒരു ശ്ലോകത്തിലും ഹേ കൃഷ്ണ വാസുദേവ എന്നല്ല, വിഷ്ണു വിഷ്ണു വിഷ്ണു. ലേലിഹ്യസേ ഗ്രസമാന സമന്താത് ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്രാഹ പ്രതപന്തി വിഷ്ണു. ഹേ വിഷ്ണു, സമഗ്രാൻ ലോകാൻ ജ്വലദ്ഭിഃ വദനൈഃ സമന്താത് ഗ്രസമാനഃ. ഈ സമഗ്രമായ ലോകത്തിനെയും 4 വശത്തേക്കും വ്യാപിക്കുന്ന നാവുകൊണ്ട് ഗ്രസിക്കുകയാണ്, പിടിച്ചു വിഴുങ്ങാണ്. എന്നിട്ട് ലേലിഹ്യസ്, നുണയാത്രേ നാവ്. നാവ് ഇങ്ങനെ പുറത്തിട്ടിട്ട് നല്ല രുചിയാണെങ്കിൽ അങ്ങനെ ചുണ്ടിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നാവ് പുറത്തിട്ടിട്ട് ഇങ്ങനെ എടുക്കില്ലേ, അതുപോലെ ഭഗവാൻ അങ്ങോട്ട് വലിച്ചെടുക്കുകയാണെന്നാണ്. ലേലിഹ്യസേ ഗ്രസമാന സമന്താത്, രുചി നോക്കുന്നു. ഭഗവാന് നമ്മളൊക്കെ നല്ല രുചിയായ ഫുഡാണ്. ചിലപ്പോൾ പല്ലി ഭക്ഷിക്കണം കണ്ടിട്ടില്ലേ അല്ലേ? ഇങ്ങനെ പോയിട്ട് പാറ്റയെ പിടിച്ച് അങ്ങനെ നാവ് പുറത്തിട്ട് അങ്ങനെ ഉള്ളിലേക്ക് എടുക്കും. അതാണ് ലേലിഹ്യസേ. അങ്ങനെ ഭഗവാന്റെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു വിശ്വരൂപമാണ് നമ്മൾ കണ്ടതെങ്കിൽ നമ്മൾ ഇരിക്കുവോ? ഏതോ ഭഗവാന്റെ ദർശനം കിട്ടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു ദർശനം കിട്ടിയാലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അർജുനന്റെ സ്ഥിതി. ഗ്രസമാന സമന്താത് തേജോഭിരാപൂര്യ ജഗത് സമഗ്രം, ജഗത്ത് മുഴുവൻ തന്റെ തേജസ് വ്യാപിച്ച് ഉഗ്രമായ അവിടുത്തെ പ്രകാശം പ്രതപന്തി, എല്ലാരെയും അങ്ങനെ തപിപ്പിക്കുകയാണ്, ചൂട് പിടിപ്പിക്കുകയാണ്, വേവിക്കുകയാണ്.
ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് അർജുനൻ ചോദിക്കുന്നത്, അതെ നിങ്ങൾ ആരാ? ഇത്രയും നേരം വിഷ്ണു എന്നൊക്കെ വിളിച്ചു, ഇപ്പൊ ചോദിക്കുകയാണ് എവിടുന്ന? കൃഷ്ണനൊന്നും കാണാനില്ല അവിടെ, ഗുരുവായൂരപ്പനൊന്നും കാണാനില്ല, മധുരമായി മന്ദഹസിച്ച് നിൽക്കുന്ന രൂപം, ശാന്തമായ രൂപം ഒന്നും കാണാനില്ല. ഒരു ടെറിബിൾ ഫോം, ഭയങ്കരമായ ഫോം. ഭട്ടതിരി ഈ നരസിംഹാവതാരത്തിന് പറയും, നാരായണി എഴുതുമ്പോഴേ അങ്ങനെ കൃഷ്ണനെ ഭംഗിയായിട്ട് കോണകൊക്കെ കൊടുത്ത് നിർത്തിയതാത്രേ. അപ്പോ ഹിരണ്യകശിപു വന്ന് ചോദിച്ചു, എവിടെയാടാ നിന്റെ വിഷ്ണു എന്ന് ചോദിക്കാണ്. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിത കരവാളോ ദിതിസുതഃ. അത്രയും പറഞ്ഞു ഭട്ടതിരി. അതഃ പശ്ചാത് വിഷ്ണു നഹി വദിതുമീശോസ്മി സഹസ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. ഇതിന് മേലെ അയ്യോ എനിക്ക് എഴുതാൻ വയ്യ, നാവ് വഴങ്ങണില്ല, പേടിച്ചു പോയി. കാരണം അവിടെ ഉള്ളില് കൊണ കൊടുത്ത് നിൽക്കുന്ന കൃഷ്ണനെ ഒന്നും കാണാനില്ലേ, എന്തോ ഒരു സത്വം, ഏതോ ഭയങ്കരമായ ഒരു രൂപമാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട്, ആരാണ് അവിടെ നിന്ന്? അടുത്ത ശ്ലോകം നോക്കൂ. നമ്മളും പലപ്പോഴും ജീവിതത്തിൽ ചോദിച്ചു പോകുന്നത്, ആഖ്യാഹിമേ കോ ഭവാൻ ഉഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം ആഖ്യാഹി മേ കോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ആഖ്യാഹി പറയൂന്ന്. എന്താ പറയണ്ടേ? കോ ഭവാൻ ഉഗ്രരൂപ. ഇങ്ങനെ ഒരു രൂപം കണ്ടിട്ടില്ലേ, ആരാത്? നമോസ്തുതേ ദേവവര പ്രസീത. ഭഗവാനെ നമസ്കരിക്കാം. ഹേ ദേവവര നമോസ്തുതേ ദേവവര പ്രസീത. വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം. അവിടുന്ന് ആരാണ്? ആദിപുരുഷനായ അവിടുന്ന് ആരാണ്? അവിടുത്തെ പ്രവൃത്തി എന്താണ്? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഫോം? നഹി പ്രജാനാമി തവ പ്രവൃത്തി. ജീവിതത്തിൽ പലതും കാണുമ്പോൾ നമ്മൾ ചോദിക്കുക, എന്തിനാ ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്? സുഖമായിട്ടിരുന്ന ആളുകളാണ്, അവർക്ക് പോയി ഇങ്ങനൊരു ബുദ്ധിമുട്ട്. ആരോ മരിച്ചു പോകണു, ചെറുപ്പത്തിൽ മരിച്ചു പോകണു, വിഷമം ഉണ്ടാവണു. ഇതൊക്കെ കാണുമ്പോൾ ചിലർ പറഞ്ഞു ഈശ്വരനൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ചിലർ പറയണത് എന്തിനാ ഈശ്വരൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്? നഹി പ്രജാനാമി തവ പ്രവൃത്തി. ഒന്നും ഈ ചെറിയ ബുദ്ധി വെച്ചുകൊണ്ട് ഈശ്വരന്റെ പ്രവൃത്തികളൊന്നും മനസ്സിലാക്കാൻ സാധിക്കും. എന്താ കാരണം? എന്തിനു ചെയ്തു? കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ. കരണവും കാരണവും കർത്താവും വികർത്താവും ഇൻസ്ക്രൂട്ടബിൾ. ഗഹനോ ഗുഹ. മനസ്സിലാവണില്ല. നഹി പ്രജാനാമി തവ പ്രവൃത്തി. ഭഗവാനെ കുറിച്ച് നമുക്ക് എന്താ പറയാ? അത്രയേ ഉള്ളൂ. അൺനോവബിൾ, ദ മിസ്റ്ററി. ഈ ബുദ്ധിയുടെ മനസ്സിന്റെയും പിടിക്കൊന്നും വഴങ്ങാത്ത അഖണ്ഡമായ ആ പൂർണ്ണ വസ്തുവിനെ കണ്ട് ഭ്രമിച്ചു നിന്നുകൊണ്ട് പറയാണ്, അവിടുന്ന് അവിടുത്തെ പ്രവൃത്തി എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു കാര്യം മാത്രം ശരി, നമോസ്തുതേ. നമസ്കാരം, നമസ്കാരം. തേ ദേവവര. ഹേ ദേവദേവ, ദേവന്മാരിൽ ശ്രേഷ്ഠനായ ഭഗവാനെ, നമോസ്തുതേ ദേവവര പ്രസീത. അങ്ങയ്ക്ക് നമസ്കാരം. ആ പ്രഭാവം കാണുമ്പോൾ തനിയെ നമസ്കരിച്ചു, വൈഭവം കാണുമ്പോൾ തനിയെ നമസ്കരിച്ചു. അപ്പൊ ഭഗവാൻ അഡ്രസ് കൊടുക്കാൻ തന്റെ ഐഡന്റിറ്റി കാർഡ്, കൃഷ്ണന്റെ ID കാർഡാണ്. ഭഗവാൻ പറയാണ്, നോക്കൂ, ശ്രീ ഭഗവാൻ ഉവാച. നമ്മൾക്ക് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. വൈകുണ്ഠപതിയാണ്, ബ്രഹ്മമാണ്, പരമാത്മാവാണ്, ദേവകി വസുദേവ പുത്രനാണ്,
യശോദയുടെയും നന്ദഗോപരുടെയും പുത്രനാണ്, ധർമ്മസംസ്ഥാപനത്തിന് വന്നതാണ്, ലോകമംഗളത്തിന് വന്നതാണ് ഒക്കെ പറയും. അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും നമ്മൾ ഉറപ്പുണ്ടാവും, വിഷ്ണുവാണ്. ഇപ്പൊ ഭഗവാൻ പറയണമെന്ന് നോക്കൂ, കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാ പ്രത്യനീകേഷു യോധാഃ. ഹേ അർജുന, കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധ. ഞാൻ ഇങ്ങനെ വർദ്ധിച്ചു വന്നിങ്ങനെ നിൽക്കുന്ന ഞാൻ ആരാ അറിയോ? ഞാൻ കാലപുരുഷൻ, കാലനാണ് ഞാൻ. ഭൈരവനാണ്. കാലന് മാത്രമുള്ള പേരാണ് കാലഭൈരവൻ. രുദ്രനാണ്, സംഹാരമൂർത്തിയാണെന്നാണ്. എന്തിനാ വന്നിരിക്കുന്നത്? ക്ഷയകൃത് പ്രവൃത്ത, എല്ലാത്തിനും ക്ഷയിപ്പിക്കാനായിട്ട്. സർവമംഗളസ്വരൂപം. സംഹാരം ഇല്ലാതാക്കുന്നത് മംഗളമാണ്. നമ്മൾ വിചാരിക്കുക അയ്യോ അത് ഭയങ്കരമായ രൂപം, നശിപ്പിക്കുന്ന രൂപം എന്നൊക്കെയാണ് വിചാരിക്കുക. മംഗളം, സർവമംഗളമായ സ്ഥാനം. അതാണ് ഭഗവാൻ ശ്മശാനത്തിൽ പോയി ഇരുന്നത്. ശരീരത്തിനെ എരിച്ചു കളഞ്ഞാൽ അതുപോലെ ഒരു മംഗളമായ സ്ഥലമുണ്ടോ? ധ്യാനിക്കാൻ പറ്റിയ സ്ഥലം വേണം. അവിടെ പോയിരുന്നു. കാശിക്ക് പേര് മഹാശ്മശാനം എന്നാണ്. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധ. ലോകത്തിനെ സൃഷ്ടിച്ച ഞാൻ തന്നെ അത് സംഹരിക്കാൻ നിൽക്കുകയാണ്. സർവാൻ സമാഹർത്തുമിഹ പ്രവൃത്ത. എല്ലാരെയും ചുരുട്ടിക്കൂട്ടാനായിട്ട് ഞാനിപ്പോ റെഡിയായിരിക്കുക. എല്ലാരെയും സമാഹർത്തും, വീണ്ടും ടു വിത്ത്ഡ്രോ, ടു സ്വാളോ. സർവാൻ സമാഹർത്തുമിഹ പ്രവൃത്ത. ഭഗവാനെ, ഞാൻ ഇപ്പോ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങ് എന്ത് ചെയ്യും? ഹൃദയപിത്വാം ന ഭവിഷ്യന്തി സർവേ. നീ വേണമെന്ന് വിചാരിച്ചിരിക്കുക ഈ യുദ്ധം, നീ വെറും ഒരു കളിപ്പാട്ടം. നീ ഇല്ലെങ്കിലും ഇവരൊക്കെ ഉണ്ടാവാൻ പോണെന്നാണോ വിചാരം നിന്റെ? ഡു യു തിങ്ക് യു ആർ ഇൻഡിസ്പെൻസബിൾ? ന ഭവിഷ്യന്തി. അവസ്ഥിതാഹ പ്രത്യനീകേഷു യോദ്ധാഹ. അത് അവിടെ നിൽക്കണ്ടല്ലോ ഭീഷ്മർ, ദ്രോണർ. ഇവരെ കൊല്ലാൻ എന്റെ ആവശ്യമൊന്നുമില്ലപ്പാ. നിനക്ക് തത്കാലത്തിന് നിന്നെ ഒരു കാരണമാക്കി ഞാൻ വച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയാൻ പോലും നിനക്കൊന്നും അധികാരമില്ല. നീ ഇല്ലെങ്കിലും ഇതൊക്കെ നടക്കും, എല്ലാം നടക്കും. ഇതാണ് ലോക ചരിത്രത്തിന് പുറകിലുള്ള രഹസ്യം. പലത്തിനും നമ്മൾ കാരണം പറയുമ്പോൾ അവരുടെ പുറകിലൊക്കെ ഈ ശ്ലോകം ഓർത്തോളണം. അവരൊന്നും ഇല്ലെങ്കിൽ ഇത് നടക്കും. നമ്മൾ വിചാരിക്കുകയാണ് ഇവരെ കൊണ്ടാണ് നടന്നത്, ഇവരാണ് നശിപ്പിച്ചത്, ഇവരെല്ലാം അവരൊക്കെ എടുത്തു മാറ്റിയ ലോകം നന്നാവുമോ? അപ്പോഴും ഇതൊക്കെ നടക്കും. ആരും ഇവിടെ കർത്താവല്ല. നമ്മൾ വിചാരിക്കണം നമ്മളാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്, നമ്മളെ കാരണം ചിലർക്ക് എല്ലാം മോശമായി പോകുന്നു. നമ്മൾ വിട്ടു നിന്നാലും അതേപോലെ തന്നെ ആവും, നമ്മൾ പ്രവർത്തിച്ചാലും അതേപോലെ തന്നെ ആവും. ഈശ്വരന്റെ കയ്യിൽ എല്ലാവരും ഒരു നിയതി യന്ത്രം മാത്രമാണ്. ഭഗവാൻ പറയാണ് ഞാൻ കാലപുരുഷനാണ്. സർവാൻ സമാഹർത്തുമിവ പ്രവൃത്ത. ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമി പറയുന്നു സംഹാരമൂർത്തി ഇങ്ങനെ ആനന്ദസാന്ദ്രോ ഭവാൻ എന്നാണ്. ആനന്ദസാന്ദ്രനായിട്ടാണ് അത്ര സംഹാരം ചെയ്യുന്നത്. സംഹാരം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കൊതുകിനെ അടിക്കണ അത്രേ ഉള്ളൂ ഭഗവാന്, അല്ലേ? നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് വല്ല വിഷമം തോന്നുന്നുണ്ടോ അതില്? അല്ലേ? ഈശ്വരന്റെ വിശ്വരൂപത്തിൽ നമ്മൾ കൊതുകിനോളം പോലും ഇല്ല. നമ്മൾ പറയണു നമുക്ക് ഇത്രയൊക്കെ വിഷമം ഉണ്ടാവണമെന്നൊക്കെ കഴിഞ്ഞു.
ഋതേപിത്വാം ന ഭവിഷ്യന്തി സർവേ. അതുമില്ല, എത്ര കാലം ജീവിക്കും? കുറച്ചു കാലം കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ മരിക്കും, യുദ്ധത്തിൽ മരിക്കും. അതാണ് ഭാഗവതത്തില് വൃത്രൻ പറയണത്, യുദ്ധത്തിൽ മരിക്കണപ്പാ എന്നാണ്. പെട്ടെന്ന് മരിക്കും, എന്ത് ഗംഭീരം മരണം എന്നാണ്. ഇതല്ല, അത് ചുമച്ച് പനി പിടിച്ച് ആസ്പത്രി കിടന്ന് ജലദോഷം പിടിച്ച് പോയി ട്യൂബ് എടുത്താ മരിക്കുന്നു, എടുത്തപ്പോ എണീറ്റു. മക്കൾക്കൊക്കെ ഒരേ ഷോക്ക്. ബിൽപത്രമൊക്കെ ശരിയാക്കി വെച്ചതാണ്, അപ്പോഴാണ് എണീറ്റ് വരുന്നത്. പിന്നെയും ഒരു 10 വർഷം അത് കഴിഞ്ഞ് പിന്നെയും ആസ്പത്രിയിൽ കൊണ്ടുപോയി. ഇങ്ങനെ മരിക്കണതിൽ എന്ത് രസമുള്ളത്? എല്ലാവരും ഇല്ലേ പോയില്ല എന്നിങ്ങനെ കിടന്നിട്ട് യുദ്ധത്തിൽ പോയി മരിക്കും. നമ്മൾക്ക് ഒരു ഡയമെൻഷനും നോക്കുമ്പോഴാണ് ആക്സിഡന്റ്, ദുർമരണം എന്നൊക്കെ പറയണു. ക്ഷണത്തിൽ കഴിഞ്ഞു. ഇന്ന് ആലോചിച്ച് നോക്കാം, ഒരു ബോംബ് മരിച്ചു, ക്ഷണത്തിൽ കഴിഞ്ഞു. ഈശ്വരന്റെ നിശ്ചയാണ്. നീ ആരാ തീരുമാനിക്കാൻ? ചിലരുണ്ട് എവിടെ കിടന്നാലും മരിക്കില്ല, പെരിച്ചാഴിയാണ്, ബോംബ് വീണാലും മരിക്കില്ല എന്ന് പറയുന്നത്. അതുപോലെ ചിലതുണ്ട് എവിടെ കിടന്നാലും അവർക്ക് മരണം വരില്ല, എന്തിലും മരണം വരില്ല, പിന്നെയും വരും. എന്താന്ന് വെച്ചാൽ പ്രാരബ്ധം ഉണ്ട് അനുഭവിക്കാൻ. ഇനി എത്ര ആളുകൾ ഉപദ്രവിക്കാൻ കിടക്കുന്നു. ചില രാഷ്ട്രീയക്കാരൊക്കെ നോക്കൂ, 90 വയസ്സ് 85 വയസ്സൊക്കെ ആയിട്ട് ലോകാമംഗള പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്തേന്ന് വെച്ചാൽ സമയമായിട്ടില്ല. ഭഗവാൻ പറയാം, ഞാനാണ് അവരെ നിർത്തിയിരിക്കണത്. ഓരോരുത്തർ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണോ എന്ന് തോന്നുന്നു നമുക്ക്, എന്നാലേ ഇരിക്കും. അപ്പൊ മരിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യാണ്. ജീവന് ദാഹിക്കും, അവസാനമാവുമ്പോ മരിക്കാൻ ദാഹം ഉണ്ടാവും, വിശപ്പുണ്ടാവും. നല്ല പായസം അടപ്രഥമം കഴിക്കണ പോലെ വിശക്കും മരണത്തിന്. അതിനൊരു ആഗ്രഹം വരുന്ന പോലെ മൃത്യുഹു യസ്യ ഉപസേചനം. ഉപസേചനം എന്ന് വെച്ചാൽ നല്ല മധുരമായി ഇഷ്ടപ്പെട്ട് കൂട്ടിക്കഴിക്കേണ്ടതെന്നാണ് ശ്രുതി പറയണത്. മൃത്യുവിനെ അങ്ങനെ ആശിച്ചു നിൽക്കുമെന്നാണ്, ഉത്സവമായിട്ട് കരുതും. അപ്പൊ ഭഗവാൻ കാലപുരുഷനായിട്ട് വരണമെന്ന് വെച്ചാൽ അതൊരു കുറവൊന്നുമല്ല. അപ്പോ നമുക്ക് മരിക്കുന്ന സമയത്ത് എവിടെ പോകണം? ഭഗവാന്റെ അടുത്താണ് പോണത്. മരണത്തിന് എന്തിനു ഭയപ്പെടണം? ഈശ്വരന്റെ അടുത്ത്. ഈ പ്രാരബ്ധ ശരീരം, വൃത്രൻ ഭാഗവതത്തിൽ പറഞ്ഞു, ഇന്ദ്ര ഈ ശരീരത്തിന് വെട്ടു, നീ മെനക്കെട്ട് തപസ് ചെയ്ത് വജ്രായുധമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ഇത് വെട്ടിക്കളയുക. കാരണം ഈ അസുര സ്വഭാവം എന്നെ വിട്ട് പോണില്ല. ഇതങ്ങോട്ട് പോയാൽ നദി സമുദ്രത്തിൽ ചേരുന്ന പോലെ ഞാൻ ഹരിയുടെ കൂടെ ഒന്നായിട്ട് തീരുന്നു. അഖണ്ഡമായ ഭഗവാന്റെ ശരീരത്തിൽ ഞാൻ ലയിച്ചു ചേരും. മുനികൾ പ്രാപിക്കുന്ന പദത്തിനെ ഞാൻ പ്രാപിക്കാൻ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഈ ദേഹമാണ്. അതുകൊണ്ട് ഇന്ദ്ര, നീയാണ് എനിക്ക് ഏറ്റവും വലിയ സുഹൃത്ത്. എന്നെ കൊല്ലാനായിട്ട് തപസ് ചെയ്ത് ഒരു വജ്രായുധം വാങ്ങിച്ചോണ്ട് വന്നിരിക്കണു, കൊണ്ടൊന്ന് വെട്ടാന്ന്. എന്തൊരു കരുണയാണ് നിനക്ക്. കാരണം എനിക്ക് ചാവാനൊരു നിവൃത്തിയില്ലാതിരിക്കാൻ ഞാൻ എന്റെ അച്ഛന്റെ വരം കാരണം. അതുകൊണ്ട് നീ ഭഗവാന്റെ അടുത്ത് എനിക്ക് അനുഗ്രഹം ചെയ്യാനായിട്ട്, നീയും ഭഗവാന്റെ ഒരു സ്വരൂപം, എന്നെ അനുഗ്രഹിക്കാനായി തപസ് ചെയ്ത് ഒരു പ്രത്യേക ആയുധം സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. വെട്ടിക്കളയൂ ശരീരം. കാലോസ്മി, അതൊരു കാലന്റെ സ്വരൂപം. ഈശ്വരൻ കാലൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം കുറവേ ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. സമയത്തിലെ മൃത്യു, അനായാസേന മരണം വിനാദൈന്യേന ജീവിതം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? മരണം എങ്ങനെ വരുന്ന ആർക്കറിയാം? മരണം, ജ്ഞാനം തന്നെ ഒരു വിധത്തിൽ മരണമാണ്. ജ്ഞാനം ഒരു വിധത്തിൽ മരണമാണ്. ജ്ഞാനം വരുമ്പോ അയാൾക്ക് ശരീരമില്ല, പിന്നെ മനസ്സില്ല. ശരിയായ മൃത്യു അവിടെ. സമാധി ഒരു മൃത്യുവാണ്, ആത്മാനുഭൂതി ഒരു മൃത്യുവാണ്. ആത്മസാക്ഷാത്കാരം പോലെ ഒരു മൃത്യുവാണ്. ശിവന്റെ ദർശനം, മഹാദേവൻ.
യസ്മിൻ ഉജ്ജ്വലതാണ്ഡവം വിജയത്തെ. ഭഗവാന്റെ താണ്ഡവം എന്ന് പറയുന്നത് എന്താ? കാലമാണ് അല്ലേ? ആ കാലപുരുഷന്റെ താണ്ഡവമാണ്. ആ കാലപുരുഷനെ മുമ്പിൽ കണ്ടു. കാലപുരുഷനായി ഭഗവാൻ നിന്നു. ഹേ അർജുന, ഞാൻ എല്ലാവരെയും സംഹരിക്കാനായിട്ടാണ് ഈ രൂപം ധരിച്ചിരിക്കുന്നത്. നീയോ ഭീമനോ ആരും എനിക്ക് വേണ്ട. ഞാൻ വിചാരിച്ചാൽ തനിച്ച് നിന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കും. ഇടയിലൊക്കെ കയറി പറയുന്നുണ്ട്. മഹാഭാരത യുദ്ധത്തിന് നടുവില് അർജുനൻ ശരിക്കും യുദ്ധം ചെയ്യാത്തപ്പോ പറഞ്ഞു, നീ ആ അമ്പും വില്ലൊക്കെ എടുത്ത് മാറ്റിവെക്കുക, ഞാൻ ഇപ്പൊ തീർത്ത് കളയാമെന്നു. ഭീഷ്മരുടെ അടുത്ത് മുമ്പിലൊക്കെ ചെല്ലുമ്പോ ശരിക്കും യുദ്ധം ചെയ്യില്ല അതൊരു അർജുനൻ. അപ്പൊ പറയും, നീ ഇങ്ങനെ ഞഞ്ഞ മിഞ്ഞെന്ന് പറഞ്ഞിരുന്നോളൂ, ഞാൻ യുദ്ധം ചെയ്തേ, ഇന്നത്തെ കൊണ്ട് ഞാൻ വൈകുന്നേരത്തോടെ ഈ യുദ്ധം അവസാനിപ്പിക്കാമെന്നൊക്കെ പറയും. ഭഗവാന് നല്ല തുരുന്നു വേഗം അങ്ങോട്ട് കളി കഴിക്കണം എന്നാണ്. ഇതിപ്പോ 5 ദിവസം ടക്കൊന്നും ഭഗവാൻ പറയണത് 1 ഡേ മാച്ചാണ്, തീർത്ത് കളയുന്നതാണ്. ഇതിങ്ങനെ വെറുതെ സോ ഒന്നും വേണ്ട. സർവ സമാഹർത്തുമിഹ പ്രവൃത്ത ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ ഏ അവസ്ഥിത പ്രത്യനീകേഷു. നീ ഇല്ലെങ്കിലും ഇവരെയൊക്കെ ഞാന് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അർജുന. ഈ മുമ്പിൽ നിൽക്കുന്നതൊക്കെ നിനക്ക് വേണമെങ്കിൽ യുദ്ധഭൂമിയിൽ വരിവരിയായി നിൽക്കുന്ന ആളുകളായിട്ട് നിനക്ക് തോന്നുമായിരിക്കാം. എന്റെ കണ്ണില് ഇവൻ ഭീഷ്മരാണ്, ഇവൻ ദ്രോണനാണ്, ഇവൻ ദുര്യോധനനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കാളൻ, ഓലൻ, അവിയല്, പപ്പടം, പായസം, അച്ചാറ്, മോര്, തൈര്, ഇതൊക്കെയാണ് മുമ്പിൽ നിൽക്കുന്നത്. കുറ്റിപ്പുട്ടികൾ കുറ്റിയില് അങ്ങനെ പുട്ട് നിൽക്കണ പോലെയാണ് അവരൊക്കെ നിൽക്കുന്നത്. എടുത്ത് വിഴുങ്ങാൻ എത്ര നേരം വേണം? സർവാൻ സമാഹർത്തുമിഹ പ്രവൃത്ത. വിശപ്പോടെയാണ് നിൽക്കുന്നത് എന്നാണ്. ആള് മിണ്ടാതെയാണ് ഇരിക്കുന്നത് അതിനകത്ത് അല്ലേ, രഥത്തില്. പക്ഷെ അത്ര സഹിക്കവയ്യാത്ത വിശപ്പ്. വെണ്ണ ഒന്നും തിന്നിട്ടൊന്നും ശരി. വെണ്ണയൊക്കെ അപ്പിറ്റൈസർ കഴിച്ചതാണ്. ഇവരെയൊക്കെ കഴിക്കാനായിട്ട് പണ്ട് വൃന്ദാവനത്തിൽ കഴിച്ച വെണ്ണയൊക്കെ വെറും അപ്പിറ്റൈസർ. നല്ല വഴുവഴുവഴുന്നാക്കിയത് ഉള്ളിൽ പോയാൽ ശരിയാവും. അതുകൊണ്ട് വെറും അപ്പിറ്റൈസറാണ് അവിടെ വെണ്ണ കെട്ടതൊക്കെ. ഇവരെയൊക്കെ വിഴുങ്ങണം. സർവാൻ സമാഹർത്തുമിഹ പ്രവൃത്ത. അനുഗ്രഹമാണ്, കൃപയാണ്. ഹൃദയപി ത്വാം ന ഭവിഷ്യന്തി സർവേ ഏ അവസ്ഥിത പ്രത്യനൈകേഷു. ഭീഷ്മർ അതാണ് സ്തുതിക്കുമ്പോ പറയണത്. ആ യുദ്ധഭൂമിയിൽ വന്ന് നിന്ന് എല്ലാവരും അങ്ങനെ നോക്കിയത്രേ. നോക്കുമ്പോ തന്നെ എല്ലാം തീർന്നു. ആ രഥത്തിൽ കയറി ഇരുന്ന് എല്ലാരെയും അങ്ങനെ നോക്കിയപ്പോ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു, കഥ കഴിഞ്ഞു. എങ്കിലും ഒരു എണ്ടുണ്ടല്ലോ. അതിനുവേണ്ടി ഇടയ്ക്ക് ശരിക്ക് കൃഷ്ണനെ ഉപദ്രവിച്ചു ഭീഷ്മര്. അസ്ത്രം എയ്തിട്ട് അർജുനനെ തടുക്കാൻ വയ്യാത്ത വിധത്തിൽ കൃഷ്ണന്റെ മേലെയൊക്കെ അസ്ത്രം എയ്തപ്പോ കൃഷ്ണൻ അവസാനം ചക്രം എടുത്ത് ചാടി. അപ്പൊ ഭീഷ്മർ പറഞ്ഞു, ഇതിനു വേണ്ടിയാ ചെയ്തത്, വരുന്നു. അപ്പോഴേക്കും അർജുനൻ പോയി കാല് പിടിച്ച് കൈ പിടിച്ച് കരഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഹേ അർജുന, നീ ഇല്ലെങ്കിലും ഈ യുദ്ധത്തിൽ ഞാൻ എല്ലാവരെയും സംഹരിക്കുന്നതാണ്. അതുകൊണ്ട് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്കാണ്. അതുകൊണ്ട് തസ്മാത്വമുത്തിഷ്ഠ യശോലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വരാജ്യം സമൃദ്ധം മയൈവേതേ നിഹതാഃ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. നിനക്ക് സവ്യസാചി എന്ന് പേര്. എന്താന്ന് വെച്ചാൽ വലത് കൈ കൊണ്ടും അമ്പയ്യാൻ പറ്റും, ഇടത് കൈ കൊണ്ടും അമ്പയ്യാൻ പറ്റും.
ഇടത് കൈ ഉപയോഗിക്കുന്നവനായതുകൊണ്ട് സവ്യസാച്ചി എന്ന് പേര്. ഇടംകയ്യനാണ്. ഇടം കൈ കൊണ്ടും അമ്പയ്യാൻ പറ്റും, വലത് കൈ കൊണ്ട്. അല്ല, ഇടത് കൈ കൊണ്ട് മാത്രം ചെയ്യല്ല, രണ്ട് കൈ ഉപയോഗിക്കും. അതുകൊണ്ട് അർജുനന് സവ്യസാച്ചി എന്ന് പേര്. ഹേ സവ്യസാച്ചിയായ അർജുന, നിനക്ക് ഇത്രയൊക്കെ പേരും പ്രസിദ്ധിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ ഞാൻ ഉണ്ടാക്കിയതാ. അതൊന്നും എന്റെ ഒന്നുമല്ല. തസ്മാത്വം ഉത്തിഷ്ഠനം, എനിക്കിടോ. യശോലഭസ്വ, കൊണ്ടുപോയി ചെന്ന് യുദ്ധം ചെയ്തിട്ട് നാളെ പേപ്പറിലൊക്കെ നിന്റെ പേര് വരും, വരട്ടെ. ജയിച്ചിട്ട് ഭുങ്ഷ്വരാജ്യം സമൃദ്ധം, സമൃദ്ധമായി രാജ്യം അനുഭവിച്ചോളൂ. ഞാൻ മയൈവേത്തെ നിഹതാ പൂർവമേവ, പണ്ട് തന്നെ ഞാൻ ഇവരെയൊക്കെ കൊന്നുകഴിഞ്ഞു. നിമിത്തമാത്രം ഭവ സവ്യസ, നീ വെറും ഒരു നിമിത്തമായിട്ട് തീരാ, നീ വെറും ഒരു കാരണമായിട്ട് തീരാ. ഇത് നമ്മൾ എപ്പോഴും ലോകത്തിൽ ഓർക്കേണ്ട ഒരു വാക്കാണ്, നിമിത്തമാത്രം ഭവ. ഭഗവാന് പ്രവർത്തിക്കാൻ നമ്മൾ വെറും നല്ലതാണെങ്കിലും അതെ, ചീത്തയാണെങ്കിലും അതെ, നിമിത്തം. നിമിത്തം മാത്രമായിട്ടിരുന്നാൽ നമുക്ക് ഈഗോ ഇല്ല, അഹങ്കാരമൊന്നുമില്ല. ഈശ്വരൻ പ്രവർത്തിക്കണു, ഞാൻ വെറും യന്ത്രം. നിമിത്തമാത്രം ഭവസവ്യസാചിൻ എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനനെ ബോധിപ്പിക്കുകയാണ്. തുടർന്ന് നമ്മൾ നാളെ കാണും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവേപി സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ, തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.